പ്രൊഫസർ കൂടിയായിട്ടുള്ള മിസ്റ്റർ അബ്ദുള്ള നജീബ് സാറ് ഇവിടെ ഉണ്ട്. സാറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എത്രയും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്ന് കുട്ടികൾ ആലോചിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിന് ടീമിനെ അഭിനന്ദിക്കുകയാണ്. നമ്മള് ഡിഗ്രി കഴിയുന്നത് വരെ കേരളത്തിലെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളൊരു ഒഴുക്കില് നമ്മളിങ്ങനെ പഠിച്ചു പോരുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. വീട്ടുകാരുടെ നിർബന്ധം കാരണം പ്ലസ് ടുവിന്റെ മാർക്ക് കൃത്യമായിട്ട് നമ്മെ ബാധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ചിലപ്പോൾ ഈ കോഴ്സ് ഒന്നും ആയിരിക്കില്ല താല്പര്യം ഉണ്ടാവുക. ഇപ്പം ദീർഘകാലം ടീച്ചിങ് മേഖലയിലും ധാരാളം കോളേജുകളിൽ വിദ്യാർത്ഥികളുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത സമയത്തൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, നമ്മൾ കുട്ടികൾ ആഗ്രഹിച്ച കോഴ്സിനല്ല അവർക്ക് അഡ്മിഷൻ കിട്ടുക. അറബിക്ക് മാത്രമല്ല, എല്ലാ കോഴ്സിനും ഉള്ള ഒരു പ്രശ്നമാണത്. അതിലൊക്കെ ഉപരി ആഗ്രഹിച്ച കോളേജിലും ആഗ്രഹിച്ച കോഴ്സിനും അഡ്മിഷൻ നമുക്ക് കിട്ടാറില്ല എന്നുള്ളത് ശരിക്ക് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എനിവേ, ആ ഒരു സമയത്താണ് അറബിക് വിദ്യാർത്ഥികൾ എങ്ങനെയാവണം ഇനി എന്നുള്ള ഒരു ചർച്ച വരുന്നത്. കേരളത്തിൽ അറബി ഭാഷ വരുന്നത് വ്യത്യസ്ത തലങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ച് കച്ചവട ആവശ്യാർത്ഥം അറബികൾ വന്നു. അതോടൊപ്പം ഓട്ടോമാറ്റിക്കലി ഇസ്ലാം മതം വന്നിരിക്കുകയും മതത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇസ്ലാമിക ധാർമ്മിക മൂല്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പള്ളി ദർസുകളും മറ്റ് എന്താ പറയാ സ്ഥാപനങ്ങളും തുടങ്ങുകയും അറബി ഭാഷ വ്യാപകമായിക്കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കപ്പെടും. അൽഹംദുലില്ലാഹ്, നമുക്കറിയാം അത് ഖുർആനിന്റെ ഭാഷയാണ്, എന്നെന്നും നിലനിൽക്കേണ്ടുന്ന ഭാഷയാണ്. ആ ഒരു ഭാഷ എന്ത് ചെയ്യപ്പെട്ടു, കൈമാറ്റം ചെയ്യപ്പെട്ടു, പഠിച്ചു. ധാരാളം നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സൈനുദ്ദീൻ മഖ്ദൂമാരെ പോലെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം പണ്ഡിതന്മാർ ധാരാളമായിക്കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ഇനി നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരികയാണ്. ഇന്ന് അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾ ഓട്ടോമാറ്റിക്കലി നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ പ്രൈവറ്റ് ആയിക്കൊണ്ട് നമുക്കറിയാം വ്യത്യസ്ത സാഹചര്യത്തിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരു പ്രയാസം നമുക്കുണ്ട് എന്നുള്ളതാണ് സത്യമുള്ളത്. നമ്മുടെ അത് കഴിഞ്ഞാല് പ്രൈവറ്റിന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, നല്ല ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങൾ, അപ്പൊ ഇപ്പം മാത്സ് പഠിക്കുന്ന ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ ധാരാളം സ്ഥാപനങ്ങൾ അതുപോലെ അറബിക്കിലും ഉണ്ട് എന്നുള്ളതാണ് സത്യമുള്ളത്. പിന്നെ നമ്മൾ നോർമലി ആളുകൾ, നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അറബി പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. ഗവൺമെന്റ് കോളേജുകളിലുണ്ട്. ഇപ്പം നമ്മുടെ PTM പോലെ, മലപ്പുറം ഗവൺമെന്റ് കോളേജ് പോലെ, തുഞ്ചൻ പോലെ, മമ്പാട് കോളേജും ഫറൂഖ് കോളേജും പോലെ അറബി പഠിപ്പിക്കപ്പെടുന്ന സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റ് എയ്ഡഡ് സെക്ടർ പൊതുവെ BA അറബിക്കാണ്. രണ്ടാമതുള്ളത് അറബി കോളേജുകളാണ്. എയ്ഡഡ് മേഖലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ 11 കോളേജുകൾ, 9 കോളേജുകൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് 2 കോളേജുകൾ, പിന്നെ ധാരാളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളും. നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ്. ഈ സിലബസിനും കുറെ അഡ്വാൻറ്റേജുകളുണ്ട്, ഡിസഡ്വാൻറ്റേജുകളുണ്ട്. നമ്മളൊരു ജോബ് സെക്ടറിലേക്ക് പോവാനുള്ള സ്കില്ല് നമുക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്. അപ്പൊ നോർമൽ കേസിൽ നമുക്കറിയാം കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി ആയാലും അവിടെ പഠിച്ചിറങ്ങുന്ന ഏത് ഡിഗ്രി ആയാലും സ്കിൽ സെക്ടറിലേക്ക് ജോബ് സെക്ടറിലേക്ക് പോകാനുള്ള സ്കിൽസ് താരതമ്യേന കുറവാണ്. അതിന് കാരണം കുറേ കാരണങ്ങളുണ്ട്. നമ്മൾ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഒരു സിസ്റ്റം മീൻ ടീച്ചേഴ്സിനെയോ യൂണിവേഴ്സിറ്റിയെയോ കരിക്കുലത്തെയോ ഒന്നും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ ഫാക്ടറികൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭാഗം അതിലുണ്ട് എന്നുള്ളതാണ് സത്യമുള്ളത്. അപ്പം ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് അതിനെ പരിഹരിച്ചു വരേണ്ടതുണ്ട്. രണ്ടാമത്തത്, ഇപ്പം സ്റ്റുഡൻസ് ആയിരിക്കുന്ന നമ്മള് സാധാരണ ഞാനൊക്കെ കുട്ടികളെ ഇന്ററാക്ഷനിൽ വരുന്ന നമുക്ക് എന്തുകൊണ്ട് അറബി സംസാരിച്ചൂടെ ഞാൻ ചോദിക്കാറുണ്ട്. അറബി സംസാരിക്കാൻ ശരിക്കും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ മതി.
ഇപ്പം ഒരു 2 months 3 months ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം +2 തന്നെ ഏറ്റവും നന്നായി അറബി സംസാരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ സംവിധാനം ഉണ്ട്. ഇപ്പൊ വൈഫൈ ഇല്ലാത്ത സ്ഥലങ്ങളില്ല, സ്മാർട്ട് ഫോൺ ഇല്ലാത്ത കുട്ടികളില്ല. നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു കാര്യം നമ്മുടെ മുന്നിൽ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, അത് ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സ് കൂടെയാണ്. ഒരു സ്കില്ല് പഠിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഇന്നലെ എനിക്കൊരു ഭയങ്കര വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായത്, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു 50 വയസ്സിന്റെ അടുത്ത പ്രായമുള്ള ഒരു ടീച്ചർ, 12 കൊല്ലമായിട്ട് പഠിക്കുന്ന ടീച്ചർ, എനിക്ക് അറബി സംസാരിക്കണം എന്നാണ് എന്റെ അടുക്കൽ ഇന്നലെ ഒരു മീറ്റിങ്ങിന് വന്നു. ഇന്നലെ ഞങ്ങൾ ഇരുന്നു സുദീർഘമായി സംസാരിച്ചു. അപ്പം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ആ ഏജിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരു താല്പര്യത്തോടു കൂടെ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മൊബൈൽ പോരെ, എങ്ങനെ പോകണം എന്നുള്ള സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കി തരാം. അറബി സംസാരിക്കുക എന്ന് പറഞ്ഞ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. 1 week മുതൽ 2 weeks മതി നമുക്ക് അറബി സംസാരിക്കാൻ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവര് എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എന്താ വെച്ചാല്, എനിക്ക് ഓൺലൈൻ നടക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നമുള്ളത്. ടീച്ചറുടെ ഒരു ടീച്ചർക്ക് പറയുമ്പോൾ പേരക്കുട്ടിയൊക്കെയുള്ള മകളും പേരക്കുട്ടിയൊക്കെയുള്ള ഒരു ടീച്ചറായി പറയുന്നു കേട്ടോ. എനിക്ക് ഓൺലൈൻ നടക്കുന്നില്ല, ഓഫ്ലൈൻ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മുടെ കയ്യില് നമ്മുടെ ജീവിതത്തിൽ വളർത്താനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. ഈ സ്കില്ലുകളാണ് നമ്മൾ വ്യത്യസ്തമായ മേഖലയിലേക്ക്, കരിയർ അവിടെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അപ്പൊ നമുക്ക് വളരാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ അതുകൊണ്ട് അടുക്കുന്നുണ്ടോ? അത് മനുഷ്യന്റെ പ്രകൃതിയിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സ്കില്ല് അക്വിസിഷനിൽ നമ്മളൊരു മടുപ്പ് വരും, നമ്മളൊന്ന് ബാക്കിലേക്ക് നിൽക്കും എന്നുള്ളതാണ് സത്യമുള്ളത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത്, സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല, പറഞ്ഞു വന്നിട്ടുള്ളത് മൊബൈൽ ഫോൺ മതി ധാരാളം. ഇപ്പൊ നമുക്കറിയാം റീലുകൾ നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഈവൻ എന്റെ കുട്ടി ഒരു 6-7 വയസ്സായി തുടങ്ങി റീലുകൾ ഇങ്ങനെ കാണുന്നു, അത് നമ്മളും കാണുന്നു. സ്കില്ല് അതില് ട്രെയിനിങ് കൊടുക്കുന്ന റീലുകൾ ധാരാളമായിക്കോട്ടെ. എന്താണ് നമ്മുടെ പാഷൻ, അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. അറബിക് മേഖലയിൽ തന്നെ 100-ലധികം ജോലികൾ എണ്ണി പറയാൻ പറ്റും നമുക്ക്. ഈ 100-ലേക്കും നമ്മൾ 100 പേരുണ്ടെങ്കിൽ വ്യത്യസ്തമായ രൂപത്തിലാണ് നമുക്ക് എന്തുണ്ടാവുക. എല്ലാവരും ടീച്ചേഴ്സ് ആവേണ്ട, എല്ലാവരും ട്രാൻസ്ലേറ്റേഴ്സ് ആവേണ്ട, എല്ലാവരും വലിയ വലിയ MNCകൾ വർക്ക് ചെയ്യണ്ട, എല്ലാവരും ടൈറ്റിൽസ് ആവേണ്ട. വ്യത്യസ്തമായിട്ടുള്ള ജോലികളിലേക്ക് നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്മൾ വളരേണ്ടതുണ്ട് എന്ന്, അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് സത്യം. ഇപ്പൊ നമുക്കറിയാം ഏറ്റവും നമ്മളൊക്കെ പറയുന്ന ഒരു ജോബാണ് ഏത് ഡിഗ്രി എടുത്താലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അക്കാദമിക് കൗൺസിലറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കോൾ സെന്ററിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ശരിക്കും അതിന് തന്നെ സ്കില്ലുണ്ടെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങുന്ന ആളുകൾ നമുക്കറിയാം. അപ്പൊ പറഞ്ഞു വരുന്നത്, അറബിക്കില് നമുക്ക് പറ്റുന്ന സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇന്ന് നമ്മോട് സംസാരിക്കുന്ന എല്ലാ ആളുകളും ഞാൻ മനസ്സിലാക്കുന്നത് അവരവരുടെ ഫീൽഡില് സ്കില്ലിനെ മെല്ലെ വളർത്തിക്കൊണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമുക്കും അതുപോലെ പറ്റും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ സമയം 10 മിനിറ്റ് ആയിരുന്നു. 10 മിനിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്ന. ഏതായാലും ഇതൊരു തുടക്കമാവട്ടെ. സ്കിൽ അക്വിസിഷന് നമുക്ക് നല്ല ഒരു ഗൈഡൻസ്, നല്ല ടീം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് പോയിട്ട് നല്ല ജോബിലേക്ക് എത്താൻ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ടുഡേ വി ഹാവ് വിത്ത് us an esteemed guest from Yemen. Our beloved friend, Mr. Muhammad Hawa. He is also a trainer in the field of Arabic and English as well. He is the faculty here in Forlingo, like a permanent faculty. Now I would like to invite my dear friend Muhammad Hassan Al Hawa to interact with the team, especially the skill acquisition in the language learning. Sir, please, sir. Okay, assalamu alaikum. Alaykum salam, sir. Am I audible? Yes, sir. Yes, sir. Please. Thank you. Thank you so much, Dr. Abdullah Najib, for having me here in this webinar. And this shows that Forlingo is always updating for their customers, especially customers for languages, so to speak. And I was asked to speak about the importance of pronunciation in Arabic. And this is, by the way, it is a crucial issue where I always face in my Gulf Arabic classes. Most of the students, mashallah, here in Kerala, most of them have a good command of Arabic, especially vocabulary. But when they speak, especially for non-native speaker,
the non-native speaker will find it hard to understand them, not because of the students for sure, but because of the mispronunciation, as we can see here. I have here some hints, only flashes, because I don't have a lot of time. So I can tell you how much pronunciation in Arabic, in all languages, in Malayalam, in English, in Arabic, is very important. Can you see this? Yes, sir. Yes. Oh, Bismillah. Actually, why pronunciation is important? If we looked that most of the many languages around Arab countries, including India, by the way, in their languages, they have Arabic language vocabulary. And those vocabulary have changed their pronunciation, especially in Turkish and Persian. Turkish and Persian have the most, nearly from 40 to 50% from Arabic vocabulary. Here in India, maybe has the same issue. It hasn't been studied yet, and I inshallah in the future there will be studies in how Malayalam impact Arabic language when speaking in communication as well. Why pronunciation matters a lot? Look at this example. If I asked one of you to read these words, not sentences. The first one is qalb. Some of you will read it as kalb. So something is kalb. It's hard. What is the animal. So, sorry. So imagine if you are speaking to a person and you're referring to there will be miscommunication for sure. Halal, halal, you speak what comes as hasan. Sometimes as a. For example, why they don't because it's nearest to as well as so because alam as something some the dishes to the problem. So which also different meaning of Allah with the from different languages. Or the sound. Am I audible? Should I continue? Najib, sir. Because somebody is saying that there's an audio issues. Hello? I don't know whether it's my fault or your side. Your voice is not clear. How about others? Yes, me too. I don't know, maybe the problem from my side. Anyway, good pronunciation always. Good pronunciation helps you to be understood clearly by others, and then communication will happen. It also avoids misunderstanding, as we have seen in the previous slide. So substituting a sound by another will also won't make your communication effective. Sound more natural.
not necessary to be perfect like a native speaker, but at least you can be intelligible, understood. If you can be understood, your pronunciation can be understood by others. That's all. And it also builds confidence. Many students, they're good, they have a proficient language, a lot of vocabulary, but when they pronounce, they know that they have this problem, the problem of pronunciation. The confidence get decreased a bit. So pronunciation might get students, non-native speaker, disappointed when they speak. Even they hesitate to speak, fearing that the other side will think they are mistaken or so. The most confused sounds in Arabic, as you can see here, the a, kha, a, fa. You know this better for sure, but as a reminder, sa, va, ta, and da. I think Arabic non-native speakers should focus a lot and practice a lot these eight sounds. Moreover, there comes a problem between modern standard Arabic sound or pronunciation and colloquial Arabic pronunciation. Suppose the word, if we say Assalamu alaikum, modern standard Arabic, understood by everybody. But in colloquial Arabic, Khaliji Arabic especially, they say Assalamu alaikum, which is a little bit different in pronunciation. Assalamu alaikum. Assalamu alaikum becomes Assalamu alaikum. كيف حالك becomes كيف حالك. ليس كيف. الياء تصبح مكسورة دائما. كيف حالك. وماذا تصبح شنو؟ ليست لها علاقة بالpronunciation، لكن تصبح شيء آخر. أريد standard Arabic الفصحى، لكن عندما أقولها بالعامية نقول أريد not أريد. هذه فصحى. إذن هناك خلط خاصة بالنسبة للدارسين اللهجة الخليجية. هناك فرق ما بين there's a difference between Gulf Arabic pronunciation and modern standard Arabic pronunciation. And this happens in every languages as well. If you master your pronunciation, you will, for sure, you will get a lot of opportunities. You will be accepted because you are natural. People can understand you immediately. No communication gap will happen. So you will get a cultural bred professional. As a professional, you will be proficient in language. As a teacher, as a worker in a company, especially in Gulf, you can be a healthcare and education. In healthcare and education sector, you will get a lot of opportunities there once you are proficient in pronunciation. And hospitality, this is widespread in Kerala because Kerala is a tourist destination for Arabs and healthcare as well. So Arab will understand you not with pronunciation, even if you have a PhD in Arabic or 10 years in Arabic education. Translation and locality. I mean translation, colloquial translation, and interpretation, not written translation. So pronunciation is a very important issue in Arabic pronunciation, not only Arabic, all languages. So it should be placed premium on when studying from the early stages. This is all about my topic today. Thank you for listening. Thank you so much, Hawaz sir. It was really understanding, and we could understand the importance of spoken Arabic and its pronunciation.
Next, I would like to invite Musleh Sir, Director of Furlingo, to discuss about his MNC journey and the professional advantages of being an Arabic student and practicing Arabic. So please. Hi, am I audible? Yes, sir, we can hear you. Sure. There are some network issues. I'm not sure whether it will be clear every time. But still, is there anyone from outside Kerala here? I think Indicate. there is, Doctor. Otherwise, I can talk in Malayalam. There's a Otherwise, Kashmiri girl here, I think. okay, sure, yeah. Right. Then I'm just focusing about the journey. I mean, I'm supposed to talk about the journey. I mean, my journey in MNCs. When I went to Hyderabad for my PG studies, I got admission for MA Arabic in English and Foreign Languages University. So after that, I found many students from the same university who are my juniors, and they are working in some different MNCs in Hyderabad. And at that time, I was confused, like how they are getting jobs in these MNCs and how they are. I mean, what are the works they are doing in these companies? So some of the students are working in Facebook, some of them are working in YouTube, and some others are working in different MNCs, which the names are not familiar. But still, it was a wonderful thing and an experience that to find the people who are working in that company. Till that, I was not I don't have any. I didn't have any idea about like people who are working. I mean, is there any work related to Arabic language? Are there any work for the normal common people who are studying in the in normal degrees like politics, economics, sociology, English, Arabic? So I found these people and I asked them. I mean, I asked one of my junior that what kind of work you are doing in Facebook. So he told that he is working in MENA market, like Middle East, North Africa, and working for Arabic content moderation. So he said that like the work is very simple. He was supposed to work for 8 hours, but the work will be. I mean, he can finish that work within 1 to 2 hours. And the work was like some people used to comment on Facebook, right? I mean, everyone we also you do the same thing. Like we used to post something on Facebook, and some people will comment there over there. So that person who was working on Facebook, he was supposed to check the comments properly, like whether that comment is abusive or not, or that comment is related to terrorism or not, or that comment is violating the policy of Facebook. So these kind of works, I mean, which that person was doing these kind of works, and he was getting paid in a huge manner, like more than 50,000 or these kind of amount he is getting. And apart from that, I was what like I got an interest to join in these companies just because of the ambience of that. Like, I'm not sure whether the screen is visible. Mm, is my screen visible? Yes, sir. Yes. Sure. Right. Great. So I'll just go through some slides, and you can find that like how will be the ambience of the MNCs. I mean, just with these slides, you can understand how people are interested to work in these MNCs. So this is one of the building in Amazon building. I mean, I worked in Amazon for 6 years, and say more than 6.5 years. And recently, I resigned from there. It's just because of my passion towards Arabic language, because I didn't have to do anything related with Arabic language. I was just I mean, I was just an investigator, and I got promoted to the senior in risk investigator. After the promotion, I was working in just UK marketplace only, United Kingdom, and I didn't have to do anything with the Arabic language. But I was passionate in language, and I felt that like I'm losing my language. So I resigned, and there is nothing to do creative. My work was also similar to the work which I said previously. My work was it was about 8 hours. I have to work for 8 hours, but my work will complete within 3 hours. And for that, the payment was more than 1 lakh.
but still, as the work is not creative, I just resigned. So I'll just go through some slides and you can find how the MNCs will be there. So this is one game station of Rome building in Amazon Bangalore. So the ambience is different from the normal architecture. Everything is different. These are the gaming areas from where the employees are working or spending some time in their. Meanwhile, they work from the same place itself, and cafeterias. Everything will be filled with a lot of stuffs. So this is a Google office in India. I mean, Google have several offices in India in almost every state, almost every what kind of state we say? I mean, in Bangalore, Noida, Gurgaon, Delhi, Coimbatore, Chennai, Hyderabad. In these areas and Pune, these areas Google have some office. I mean, their main campus. So this is one of that campus, and can find the facilities which they are providing. This everything is of Google, and this is Amazon, where I worked here for 6 years, and this was not my building actually, but it was different from, but nearby here. But we can work from any offices. That's their policy, and we can work from any places in Amazon. I mean, they are arranged the workspace like that. I mean, which is very comfortable for the employees. The basic thing which I was showing these images because it's better to show the ambience or better to show the idea than presenting. So that's why I'm just showing these images. So feel this and think about that. So that's better. So this is a cafeteria of Amazon, which, I mean, the one floor ender, one floor is for cafeteria, and one other floor is for gaming. Just for gaming. I mean, that's for employee. That's why these companies are employee friendly. We used to say like that. It's employee centric and customer centric. So they will not make you bored. You can work freely and very comfortably. So they will treat like you a king. For them, employee will be a king. So you can find that this is a Facebook's office here in Mumbai. So this is another place which attracted me to join on Facebook, and I told one of my friend to refer me to Facebook. He referred, and I got job there. I mean, first they rejected me, then I got job in Facebook in Wipro, but I couldn't work there. So these are all the cafeterias of Facebook. They are giving all these things for freely for you all. I mean, if you are an employee here, and all the stuffs here are with high quality, not with any low quality. All the things are imported, and they will not make you sick with their foods. And you can take whatever from here, and you will be enjoying the works here. So these are our Facebooks. So yeah, that's all about the MNC thing. So I'll just tell one more thing. I mean, after I got job in Facebook, I didn't work there, but my friend who referred me in Facebook first, later he joined in Amazon and he referred me. So for referral, after he referred me, I joined there, but I thought to resign after 1 month. But he insisted me to work there for 3 months because he will get a bonus of 12,000 for referring me if I work there for 3 months. So I worked for 3 months just for him. I mean, just to get him that 12,000 rupees. I worked for 2-3 months, and post that, somehow I continued there for 1 year, and I told them that like I will be resigning. But some other friends again forced me, and I worked there till 6.5 years. So there are several process like interview process. Before that, I attended almost 4 interviews and 2 exams for that. 3 interviews and 2 exams. So after cracking those interviews and exams, I got job there. But right now in Amazon, Amazon and some other MNCs, they are conducting 1 exam and 1 interview. I guess Amazon is conducting 1 exam and 1 interview. So for different companies, they have different process, but we have to know how we have to crack
the interviews in MNCs. So that's a different process. Maybe I think our guest Nasir, he will be introducing all those things in his session. So I would like to continue right now because it's already I took more time, which is allotted for me. So thanks for all. Have a nice day. Thank you, sir. I think all the Arabic students here are motivated to work in MNC now. So next, I would like to invite Shaukat Ali sir, the head of department of our spoken Arabic, to discuss about how Arabic language can be turned into a very good career and importance of spoken. Hi everyone. Hope I'm audible, right? Okay, so Yes, sir. شكرا. ففي البداية أنا أهنيكم جميعا على حضوركم في هذه الندوة، وأشكر منظمين هذه الندوة لتحت الفرصة لأن أتكلم معكم حول اللغة العربية العامية. فأشكركم جميعا أولا لحسن استماعكم. فأنا أظن بعد ما شاهدتم هذه الصور التي أراكم الأستاذ مصلح، لا حاجة إلى التكلم عن اللغة العربية وكيف اللغة العربية تساعدكم في حياتكم المستقبلة، لأن هذه الصور هذه كلها تكفي لأن تعبر ما هي فوائد بعد ما درسنا اللغة العربية. فعلى كل حال العنوان الذي أعطاني المنظمون هو الكلمات عن العامية. فيا أحبتي من الطلاب، وأظن عندنا بعض المشاركين من الأساتذة أيضا، أنا لا أريد أن أطول عليكم قبل بس أنا أقول أنا أيضا مثلكم درست في كلية، وأيضا أنا درست في جامعة دلهي لماجستير والدكتوراه. فخلال دراستي أنا كنت أركز على العربية الفصحى، وما كنت أعرف شيئا عن العربية العامية، لأنني ما كنت في حاجة لأن أتعلم أو أعرف العامية. ولكن بعد الماجستير أنا حصلت واحد منها، لأن أدرس في جامعة قطر، فحصلت على واحد منها، فهذه كان منحة جيدة. فأنا اخترت أن أسافر إلى قطر، والحمد لله أنا درست هناك تقريبا 1 سنة. فلما كنت في قطر، رغم أني طالب في جامعة قطر في مركز اللغة العربية للناطقين بغيرها، أنا فهمت أن اللغة العربية الفصحى هي الأصل، فلا بد لدينا أن قدرة جيدة في هذه اللغة الفصحى. ولكن هذا فقط لا يساعدنا للعيش في الخليج. فواحد يوم لما كان عندي بعض المشاكل، وأنا اضطررت أن أذهب إلى المستشفى، فأنا ذهبت إلى المستشفى، وكان عندي كان هناك واحد طبيب عربي، فأنا تكلمت معه في العربية. ولكن رغم أني تكلمت معه في العربية الفصحى، أنا فهمت ما عنده طلاقة مثل طلاقتي أنا في العربية الفصحى، لأنه رغم أنه طبيب ما كان عنده تجربة في التكلم في الفصحى، لأنه ما تعود في التكلم في الفصحى. فحياته كله كان في مجال الأكاديمي، وكمان وأيضا في مجال الخدمة الطبية، لكن ما كان لديه الفصحى مثل ما عندنا.
وأيضا يعني بعد الفحص لما أنا ذهبت إلى الصيدلية لأخذ الأدوية، فهناك أيضا يعني أنا وجدت هذه المشكلة لما تكلمت مع العرب. يعني أظن أنه يعني من مصر من مصر ممكن. فرغم أنه عربي أنا تكلمت معه في العربية الفصحى وما كان يستطيع أن يجيب علي بالطلاقة. وأيضا يعني أنه كان يعني مثل يتعجب مني أو يسخر مني، لأن لغتي بالنسبة إليه يعني لغة جديدة، أنه لا يسمع هذه اللغة في حياته اليومية. فمن هناك أنا فهمت بما أننا أهل اللغة العربية لابد لدينا المهارة في العربية الفصحى وأيضا المهارة في العربية العامية أيضا. ومن هناك أنا بدأت أتعلم اللغة العربية العامية. فيا أحبتي من الطلاب والمشاهدين، فنحن كطلاب العربية لابد لدينا العربية الفصحى وأيضا العربية العامية. يعني من تجربتي أستطيع أن أقول لكم نحن درسنا العربية الفصحى من صغرنا. يعني كلنا يعني ممكن درسنا في المدارس الإسلامية في مرحلة الابتدائية. من ذلك يعني من ذاك الزمان حتى هذه اللحظات نحن ندرس العربية، ولكن رغم على ذلك إلا أننا ما نستطيع أو لا نستطيع أن نتكلم بطلاقة في الفصحى أو في العامية. لكن عندنا كلمات مفردات كثيرة ونستطيع الإعراب ونستطيع النحو والصرف، كل هذا يعني موجود في أذهاننا. ولكن لما نحن يعني نكون مع العرب لا نستطيع أن نتكلم معهم بطلاقة. فهذا بالنسبة إلينا واحد مشكلة. ولكن من تجربتي أنا فهمت إذا عندنا هذه الكلمات هذه المفردات لماذا لا نستطيع أن نتكلم؟ فبالنسبة إلى العامية، أن العامية هذا بسيط جدا بالنسبة إلى الذين درسوا العربية الفصحى، لأن الكلمات موجودة لدينا، المفردات معروفة، فقط لا بد يعني أن نتعارف على بعض الاستخدامات، على بعض الأساليب. فإذا فهمنا هذه كلها نستطيع أن نتكلم بالطلاقة. فأنا يعني كأستاذ اللغة العربية الفصحى أيضا أنا أدرب يعني الطلاب المسلمين وغير المسلمين من أهل كيرلا الذين ما عندهم أي شيء في العربية، يعني هم يعني صفر في اللغة العربية، ولكن بعد تقريبا يعني 3 شهور أو 4 شهور يستطيعون أن يتكلموا في العربية العامية بالطلاقة. لماذا؟ لأن اللغة العربية العامية هذا بسيط جدا، وخاصة لنا يعني الذين درسوا المفردات من صغرنا. فهناك يعني فقط يعني بعض الفروق قليلة بين العامية والفصحى. لكن هذه العامية هذه تساعدنا في عدة مجالات. مثلا يعني عندنا بعض الفرص يعني لنشتغل في المستشفيات. فيعني أظن يعني معظم الطلاب أو معظم المشاهدين من كيرلا، فبالنسبة إلينا يعني في مستشفيات في يعني منطقة مالابار هناك يعني يأتون كثير من العرب يزورون للعلاج وأيضا يعني للسياحة. فنحن سنحصل الفرص يعني فرصا للشغل في هذه المجالات، ولكن إذا قال لنا واحد عرب بطني يعورني، فنحن ما نعرف أو لا نعرف هذه الكلمات. هل لديكم يعني أي واحد يعني يعرف ما المراد بهذا؟ بطني يعورني.
بطني يعورني هذه يعني شيء بسيط، هو يقول عنده ألم في المعدة، ولكن هو ما يقول لا يقول يعني عنده ألم في المعدة، هو يقول يعني ممكن يقول بطني يعورني. فكلمة يعور هذا يستخدم دائما في العامية. فإذا حصلنا على واحد منها في المستشفى فيكون يعني ممكن يعني المريض هو في أشد حاجة ليتكلم مع الطبيب، فهو لا يعرف يعني الفصحى، فهو يتكلم كذا، فلا بد علينا أن نترجم للطبيب. فإذا نحن نعرف هذه اللغة العامية فعندنا فرص كثير لأن نشتغل في هذه المجالات أيضا. فأنا أقول لكم يا الأحباء يا طلاب، فيعني حينما أنتم تركزون على حينما أنتم تركزون على الفصحى أعطوا بعض التركيز للعامية أيضا، لأن العامية هذه بالنسبة إليكم أسهل، بسيط جدا. فهذه العامية يعني المعلومات أو يعني قدرتكم في العامية أيضا يعني تساعدكم كثيرا. فالعرب لا يقول يعني إذا أنتم يعني مع العرب ما يعني لا يقولون كيف حالكم، ربما هم يقولون إيش أخبارك، شخبارك، شلونك كذا. فهذه بالنسبة إليهم يعني هذه عادة. فإذا عندنا مقدرة أو يعني في العامية أيضا هذا يعني يعطونا ثقة، فهذا يساعدنا كثيرا يعني في مجال يعني المهني أيضا إن شاء الله. فأنا أظن يعني الكلمات واضحة، فما عندكم يعني أي شكوك. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി മലയാളത്തിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും അറിവ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ നമുക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ. നമ്മളൊക്കെ പണ്ട് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫുസ്ഹ. പക്ഷേ ആ ഫുസ്ഹയുടെ കൂടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഗൾഫ് അറബിക് എന്ന് പറഞ്ഞ സാധനം. അതുകൂടെ നമുക്ക് അറിയുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ പിന്നെ അക്കാദമിക ജീവിതത്തിലും അതോടൊപ്പം അക്കാദമികത്തേക്കാൾ കൂടുതൽ നമ്മുടെ പിന്നെ പ്രൊഫഷണൽ ലൈഫിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം അറബ്സ് ഒരിക്കലും അവരുടെ പിന്നെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ അങ്ങാടികളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളൊന്നും അവര് ഫുസ്ഹയിൽ വന്നുകാണ്ട് കൈഫ് ഹാലുക്കും എന്നൊന്നും ചോദിക്കില്ല. വളരെ നമ്മൾ സാധാരണ നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, എന്തൊക്കെയുണ്ട് താങ്കളുടെ വർത്തമാനങ്ങൾ എന്നൊന്നും നമ്മൾ മലയാളത്തിൽ പറയാറല്ലോ, എന്തൊക്കെ വർത്തമാനം എന്നൊക്കെ ചോദിക്കുന്നത് പോലെ തന്നെയാണ് അറബ്സും അവരുടെ ഡെയിലി ലൈഫിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം അത് നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അറബികൾക്ക് നമ്മുടെ സംസാരിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഏതായാലും എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. على كل حال إن شاء الله أشكركم جميعا يا المشاهدين الكرام والمنظمين على هذه الفرصة. جزاكم الله خير. إن شاء الله نقابل بعد إن شاء الله. بالعافية. مع السلامة. Walaikum Assalam. Thank you so much, Shaukat sir. That was really beautiful. Next, I would like to invite Omer Achad sir, Head of Department of Translation, to discuss the possibilities of translation in Arabic. So please. Omer sir, are you there in the call? ഇല്ല, അസാദിൽ കാണുന്നില്ല. Okay. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഫസ്മി MP to discuss about her MNC journey and to talk about how Arabic inspired her to reach in Hyderabad and ആ ഒരു ജോണിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഫസ്മി മാം പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ടോ വോയിസ്? കേൾക്കാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് ഫസ്മി. ഞാൻ അറബിക് അഫ്ലൽ ഉലമ കഴിഞ്ഞു. പിന്നെ ഇവിടെ PG ഹൈദരാബാദ് മനൂലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോ എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു ജേണിയാണ് MNC-ലോട്ടുള്ള ജേണി. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വരെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയുന്ന ആകെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അറബിക്കില് നമ്മുടെ ഒന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ടീച്ചർ ആവണം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ ആണ്. അപ്പം അന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ആവുക അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ ആവുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് വേറൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അപ്പോ ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട 2 വ്യക്തികളുണ്ട്. അതിലൊന്ന് നമ്മൾ ആദ്യം സംസാരിച്ച അബ്ദുള്ള നജീബ് സർ ആണ്. രണ്ടാമത്തത് ഞങ്ങളുടെ കോളേജിലുള്ള യൂനിസ് സർ ആണ്. എന്നുവെച്ചാൽ ഡിഗ്രി കഴിഞ്ഞ സമയം ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇന്റെ ഒരു ജോബിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പിന് കാരണക്കാരായ 2 ആളുകളാണ് ഇവർ രണ്ടുപേരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നജീബ് സാർ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നമ്മളെന്താണ് യു ഷുഡ് ഹാവ് ടു പ്രിപ്പയർ യുവർ CV. അന്ന് CV എന്താന്ന് പോലും അറിയാത്ത ഒരാളാണ് ഞാൻ ശരിക്കും. അപ്പൊ അന്ന് സാറ് പറഞ്ഞു നമുക്ക് CV എന്താണ്, CVന്റെ ഒരു മോഡൽ എന്താണ്, അങ്ങനെയൊക്കെ ജസ്റ്റ് സാറ് പറഞ്ഞു. ഞങ്ങൾ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ആ കുട്ടികളോട് എല്ലാവരോടും ഒരു CV പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അന്ന് അങ്ങനെ റാൻഡം ചെയ്തു. അത് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിന്റെ ലിങ്ക് ഇട്ടിട്ട് പറഞ്ഞു, ഹൈദരാബാദിൽ അറബിക് ട്രാൻസ്ലേഷന്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളി, ഇന്റർവ്യൂ നടത്തി നോക്കി എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് റാൻഡം ആയിട്ട് അന്ന് നജീബ് സാറ് നമ്മളോട് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ CV അയാൾക്ക് നമുക്ക് അയച്ചിരുന്ന ലിങ്കിലുള്ള മൂപ്പർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയും അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഷെഡ്യൂൾ ആവുകയും അങ്ങനെ ഇന്റർവ്യൂ വഴിയാണ് അൽഹംദുലില്ലാ എന്റെ ഫസ്റ്റ് ജോബിൽ ഞാൻ സെക്യൂർ ആവുന്നത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി ഉടനെ തന്നെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് BEd എടുത്ത് ടീച്ചർ ആവുക ആ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ എന്റെ ഫസ്റ്റ് ജോബ് ഞാൻ സെക്യൂർ ആക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ 2 പേരെ പേരും ഞാൻ എടുത്തു പറയേണ്ടതാണ്. ഇവർ 2 പേരാണ് എന്റെ ഫസ്റ്റ് ജോബിലേക്ക് ഞാൻ കാല് വെക്കുന്നത്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ട്രാൻസ്ലേഷൻ ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങാൻ ഹൈദരാബാദിലോട്ട് വരികയാണ്. അവിടെയാണ് ശരിക്കും എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്തു. പിന്നെ എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇവിടെ ഹൈദരാബാദ് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് എനിക്കൊരു 6 months എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി ചെയ്താൽ കുറച്ചും കൂടി ഇപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ചും കൂടി എനിക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. എന്റെ ജോബ് ചെയ്തു 2 കൊല്ലം ഞാൻ PG ചെയ്തു. PG ഇവിടെ MA അറബിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെ. അതോടൊപ്പം തന്നെ എന്റെ സെക്കൻഡ് ജോബിലേക്കുള്ള ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ അത് കിട്ടി. ഞാനിവിടെ കാരണം എന്താന്ന് വെച്ചാല് ആ ഒരു ജോബ് ഫസ്റ്റ് ജോബ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഓക്കെ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ഹൈദരാബാദ് ഉണ്ട് എന്നുള്ളതും നമ്മളെ നാട്ടിൽ നിന്ന് പുറത്തു പോയാല് ഉള്ള ഒരു ലോകം എന്താന്നുള്ളതും ശരിക്കും ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം ഇപ്പൊ ഞാൻ നിലവിലെ ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് അക്സെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്റെ PG കഴിഞ്ഞ ഉടനെ തന്നെ ലാസ്റ്റ് എക്സാമിന്റെ സമയത്തൊക്കെ ഞാൻ ജോബിൽ കയറിയിട്ടുണ്ട്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് എന്നുള്ള രീതിയിൽ മോർണിംഗ് ക്ലാസ്സിന് പോയിട്ട് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഞാൻ വർക്കിന് പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ ആസ് ആൻ അഡ്മിൻ എന്നുള്ള രീതിയിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ നമ്മൾ 1 year എക്സ്പീരിയൻസ് ആയി പിന്നെ നമുക്ക് IJP ചെയ്ത് പിന്നെ നമുക്ക് പൊസിഷൻ ചേഞ്ച് കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ക്വാളിറ്റി അനലിസ്റ്റ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ആസ് എ ഡിഗ്രി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ വെറും കണ്ടിരുന്ന 2 ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഒന്നെങ്കിൽ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ടീച്ചിങ് എന്നുള്ള പൊസിഷന്. അത് മാത്രമല്ല അറബിക്കിന് വേറെയും കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ശരിക്കും ഇവിടെ വന്ന ശേഷമാണ്. കണ്ടന്റ് മോഡറേറ്റർ, കണ്ടന്റ് എഞ്ചിനീയറിംഗ്, ട്രാൻസ്ലിറ്ററേഷൻ, ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള മേഖല അറബിക്കിന് മാത്രം ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും സ്വപ്നം കാണുമ്പോൾ വലുത് കാണണം എന്നുള്ളത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ജസ്റ്റ് ട്രാൻസ്ലേറ്റർ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ എന്റെ പൊസിഷൻ QA ആണ്. അപ്പം അറബിക്ക് ചെയ്തിട്ട് ഒരു QA ആവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ആവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ലിവിങ് എക്സാമ്പിൾ ആണ് ഞാൻ. ഇപ്പൊ ഇനി MNC-യിലുള്ള ഒരു ബെനിഫിറ്റ്സ് എന്താന്നല്ല ഞാൻ പറയാം. അപ്പം അറബിക് അടിമനായിട്ട് ഇപ്പം അറബിക് അല്ലാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചെയ്യുന്ന കണ്ടന്റ് മോഡറേറ്റേഴ്സും ഉണ്ട്, അറബിക് ലാംഗ്വേജ് ചെയ്യുന്ന കണ്ടന്റ് മോഡറേറ്റേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ സാലറി സ്കെയിൽ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേൾക്കുന്നില്ലേ?
ഇപ്പൊ ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ഓക്കെ. ഓക്കെ ആയോ? ഓക്കെ. ഓക്കെ ഓക്കെ. സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന സെയിം ജോബ് ചെയ്യുന്ന ഇംഗ്ലീഷ് കണ്ടന്റ് മോഡറേറ്റേഴ്സ് ഉണ്ട്. അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 18,000 to 20,000 ആയിരിക്കും. പക്ഷെ അവിടെ ആസ് എ അറബിക് ഫ്രഷർ എന്നുള്ള രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന സാലറി സ്റ്റാർട്ടിങ് മാത്രം 30,000 ആണ് സ്റ്റാർട്ടിങ്. അത് ഫ്രഷർ ആയി നമ്മൾ കയറുമ്പോൾ 30 to 35, 40 അങ്ങനെ രീതിയിൽ നമുക്ക്. അപ്പൊ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ അറബിക് ലാംഗ്വേജിന്റെ ഒരു ബെനിഫിറ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന ജോലിയും അവർ ചെയ്യുന്ന ജോലിയും സെയിം ജോലിയാണ്, പക്ഷെ ജസ്റ്റ് ഡിഫറെന്റ് ഈസ് ദ ലാംഗ്വേജ്. അപ്പം അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ കമ്പനിയിൽ എനിക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 3 times മീല് ഞങ്ങൾക്ക് ഫ്രീ ആണ്. അത് നമ്മൾ നോർമൽ മീലല്ല, എല്ലാ ടൈപ്പ് ഫുഡ്. ഇപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ വെറൈറ്റി കൈൻഡ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ലഞ്ചിനാണെന്നുണ്ടെങ്കിൽ ബിരിയാണി, അല്ലെങ്കിൽ നോർമൽ റൈസ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അങ്ങനെ ആ ലെവലിൽ. പിന്നെ സ്നാക്സ് ഉണ്ടാകും ഈവനിങ്. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിന്നർ. അപ്പൊ നമുക്ക് ഫുഡ് എന്താണ്, നല്ല ലക്ഷറി ഫുഡാണ്. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ. നമ്മളെ മോർണിംഗ് നമ്മളിപ്പം മോർണിംഗ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൂമിന്റെ മുന്നിൽ വന്ന് നമ്മളെ ക്യാബ് നമ്മളെ പിക്ക് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഈവനിങ് നമ്മളെ ഡ്രോപ്പ് ചെയ്യും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാലറിക്ക് പുറമെ എനിക്ക് വേറെ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. ഫുൾ എന്താ പറയുക, സീറോ കോസ്റ്റിലാണ് ശരിക്കും നമ്മൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയും. ഒരു സാറ്റർഡേ സൺഡേ വീക്ക് ഓഫ് ഉള്ള ദിവസം മാത്രമാണ് എക്സ്പെൻസ് എന്നുള്ള സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. അപ്പൊ ഇതൊക്കെ എനിക്ക് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച അറബിക് ലാംഗ്വേജ് ആണ്. ഇതിന് പുറമെ പറയാനുള്ള എന്താ വെച്ചാൽ നമുക്കുള്ള ഇൻഷുറൻസ്, റിയംബേഴ്സ്മെന്റ്, ജിം മെമ്പർഷിപ്പ്, അപ്പോൾ നമ്മളെ ഫാമിലിക്കുള്ള ഇൻഷുറൻസ്, ഇതൊക്കെ എനിക്ക് എന്താണ് എന്റെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമല്ല. അപ്പം ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് അറബിക് ലാംഗ്വേജ് ആസ് എ അറബിക് ലാംഗ്വേജ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ എനിക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഞാൻ എന്റെ ഫസ്റ്റ് ജോബ് ഞാൻ സെക്യൂർ ചെയ്തത് എന്റെ സാറ് വഴിയാണെങ്കിലും സെക്കൻഡ് ജോബ് ഞാൻ സെക്യൂർ ചെയ്തത് നൗക്കരി, ലിങ്ക്ഡിൻ വഴിയിട്ടാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ PG പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നല്ലൊരു പ്രൊഫൈല് ലിങ്ക്ഡിനിലും നൗക്കരിയിലും ഉണ്ടാക്കുക. ഞാനൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന മാതിരിയായിരുന്നു ജോബ് കിട്ടാൻ വേണ്ടി നൗക്കരിയും ലിങ്ക്ഡിനും പ്രൊഫൈലൊക്കെ അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ നന്നായിട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് വെക്കരുന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയാ, നോർമൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യില്ലേ, അതുപോലെയായിരുന്നു നൗക്കരി സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നൗക്കരി വഴിയാണ് എനിക്ക് എന്റെ സെക്കൻഡ് ജോബിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഒരു CV ഉണ്ടാക്കി വെക്കുക, നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കാൻ നോക്കുക. ബാക്കിയൊക്കെ ഇൻഷാല്ലാ പഠിച്ചവന്റെ അടുത്താണ്. ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാണ്, അറബിക് ലാംഗ്വേജ് എടുത്തുകൊണ്ട് നിങ്ങൾ ആരും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓപ്പർച്യൂണിറ്റി നല്ലോണം ഉണ്ട്. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് നോർമൽ ഒരു അറബിക്ക് മാത്രം പഠിക്കുന്നതിന് പുറമെ അതിന് പുറമെ വേറെ എന്തെങ്കിലും ഒരു സ്കില്ലും കൂടി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് നോർമൽ അഡ്മിനായി പിന്നെ QAയിലേക്ക് ഞാൻ മാറിയത് ഞാൻ എക്സലും ഗൂഗിൾ ഷീറ്റും ഒക്കെ ഞാൻ ഒന്നും കൂടി ലേൺ ആയിട്ട് ഞാൻ എക്സ്ട്രാ ആഡപ്പ് ചെയ്ത് പഠിച്ചതുകൊണ്ടാണ്. അപ്പം അതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക. എക്സ്ട്രാ ആഡപ്പ് ചെയ്യും തോറും നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ സാലറിയുള്ള കുറച്ചും കൂടി ബെറ്റർ പൊസിഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതേ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഈ Q&A ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും. Walaikum Assalam. Thank you, Fasmi ma'am. That was really inspiring. Next, I would like to invite Dilna Najib VP, founder and CEO of Tipway, a medical tourism company, to discuss about the opportunities at Arabic language. Ma'am, please. Hello, good evening, guys. Hello, assalamu alaikum. കേൾക്കുന്നുണ്ടോ? നമ്മളൊരു ഒരു യാത്രയിലാണ്, അപ്പം നെറ്റ്വർക്കിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ മെഡിക്കൽ ടൂറിസം എന്താണ്, അത് അറബിക് ലാംഗ്വേജ് പഠിച്ചിട്ട് അവിടേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ ഈ മെഡിക്കൽ ടൂറിസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫോറിനേഴ്സ് ഒരു ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നതാണ്. അതായത് ഇന്ത്യയിലോട്ട് ആവുന്ന സമയത്താണ് നമ്മുടെ റോള് വരുന്നത്. പുറത്തെവിടെയെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഒരാൾ മറ്റൊരു രാജ്യത്തോട്ട് പോകുന്നതിനാണ് നമ്മൾ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഹലോ
ഓക്കെ, നമ്മുടെ റോൾ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ നമ്മള് മോസ്റ്റ്ലി ഇവിടെ GCC കൺട്രീസ് എന്നൊക്കെ അറബ്സ് ആണ് നമ്മുടെ ഇന്ത്യയിലോട്ട് ട്രീറ്റ്മെന്റിന് വരുന്നത്. ആ സമയത്ത് ഇന്റർപ്രിറ്റർ ആയിട്ടും ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടൊക്കെ നമ്മളാണ് ഇവിടെ ഗൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ജോബ്. അപ്പോൾ ഇതിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് ഈ ഒരു ജോബിന്റെ ഒരു സ്വഭാവം പറയാനാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ ഈ അറബ്സ് ഒക്കെ ഇങ്ങോട്ട് സോറി ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മൾ ഈ ജോബില് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫോറിനേഴ്സ് അവരുടെ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിലുണ്ട് ബെനിഫിറ്റ്. ഒരു ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പുറത്തൊരു രാജ്യത്തുള്ള ഒരാളായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാല് നമുക്ക് ഇവിടെ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു പ്രോസസ്സിലൂടെ. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു നീയത്തിലാണ് നമുക്ക് പ്രതിഫലം കൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരാൾ മെഡിക്കലി ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ജോബിൽ നമുക്ക് ഒരിക്കലും മടുക്കുന്നില്ല. അതായത് നമുക്ക് നല്ല എന്റർടൈനിങ് ആയിരിക്കും. നമുക്ക് ഓരോ ദിവസം ഓരോ ആളുകളായിരിക്കും. ഇന്ന് കണ്ടവരെ നാളെ കാണണ്ട. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പോലും അവര് നാളെ പോവും. ഇനിയിപ്പോ 2 ദിവസം നല്ല തലവേദന ആക്കി വന്നിട്ടുള്ള അറബ്സ് ആണെങ്കിൽ പോലും അവര് എന്ത് ചെയ്യും, 3-ാമത്തെ ദിവസം അവര് നമുക്ക് കാണണ്ട. അപ്പം നമുക്ക് ഒരിക്കലും മടുക്കാണ്ട് നല്ല രസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ജോബാണ്. പിന്നെ നമ്മളൊക്കെ ഒരു ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡോക്ടർ ആവാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ എത്താൻ പറ്റിയിരുന്നെങ്കിൽ പല കുട്ടികളും നമ്മുടെ ഒരു സൊസൈറ്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം നമുക്കൊരു ഇന്റർപ്രറ്റർ ആയിക്കൊണ്ട് തന്നെ അവരുടെ കൂടെ ഇടപഴകാനും, അത് മെഡിക്കലി ഉള്ള നോളജ്, അതായത് ഹെൽത്ത് ഈസ് വെൽത്ത് പറയുന്ന പോലെ തന്നെ നമുക്ക് മെഡിക്കലി ഉള്ള അവയർനെസ് നോളജ് ഉണ്ടായിരിക്കും. ഇപ്പൊ ഡോക്ടേഴ്സിനൊക്കെ ഒരു DNP എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഉണ്ട്, MD കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതാണ്. അവരുടെ ജോബ് അത് എടുക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യം എന്താണോ സെയിം കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സീനിയേഴ്സിന്റെ കൂടെ ഇങ്ങനെ വാച്ച് ചെയ്യും, ഒബ്സർവ് ചെയ്യും. ഓരോ പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കും. നമുക്കും ഇതൊരു ലേണിംഗ് സ്റ്റേജ് ഉണ്ട് ഇതില്. നമ്മള് ഒരു ട്രാൻസ്ലേറ്ററായി നിൽക്കുന്ന സമയത്ത് നമുക്കൊരു അറബി വന്നു, അവർക്ക് ഈ ഒരു അസുഖത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അവർക്ക് വലിയ നോളജ് ഒന്നും ഉണ്ടാകത്തില്ല. ഒരു ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട്, നമ്മൾ ആൻജിയോഗ്രാം ചെയ്യണം, അതിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇവർക്ക് വലിയ അറിവുണ്ടാവില്ല. ആ സമയത്ത് ഇവർ നമ്മളോടാണ് ചോദിക്കുക അതെന്താ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അത്തരത്തിലുള്ള ഒരു നോളജും, ഈവൻ നമ്മുടെ വീട്ടിലായിരിക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ അടയാളമൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ഇന്ന കാരണം കൊണ്ടാണ്. കാരണം നമ്മളത് ഹാൻഡിൽ ചെയ്ത് അങ്ങനെ ഒരു നോളജ് നമുക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ അറബിക് കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫീൽഡിൽ എത്തുമ്പോൾ നമുക്ക് OT-യിൽ കയറാം. അതായത് ഒരു ഹോസ്പിറ്റലില് എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ആക്സസ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ട്രാൻസ്ലേറ്റേഴ്സിന്, നമുക്ക് ഇന്റർപ്രറ്റേഴ്സ് ആകുമ്പോൾ സമയത്ത് എവിടെയും എനി ടൈം ആക്സസ് ഉണ്ട്. അത് നമുക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആണ്. അതുപോലെ 5, 6, 7 ലക്ഷങ്ങൾ മുടക്കിയിട്ട് കുട്ടികൾ പഠിച്ചിറങ്ങി ഈ മെഡിക്കൽ കോഴ്സ് കഴിഞ്ഞവരായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ജോബ് ഉണ്ട് ഹോസ്പിറ്റൽസിൽ. അഡ്മിനിസ്ട്രേഷൻ ജോബൊക്കെ അത്യാവശ്യം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മുടക്കിയിട്ട് 2-3 വർഷം പഠിച്ചു വന്ന കുട്ടികളുണ്ട് നമ്മുടെ കൂടെ. ഇവരും നമ്മൾ ഒരുപോലെ ഹോസ്പിറ്റലിൽ ജോബിൽ കയറുന്ന സമയത്ത് നമ്മൾ 0 എക്സ്പീരിയൻസിലായിരിക്കും കയറുക. ആ സമയത്ത് ഇവരുടെ സാലറിയുടെ ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, പഠിക്കാൻ എവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടും അറബി എടുത്തോണ്ട് എത്ര അവര് മുകളിലാണ്. അതുപോലെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടേഴ്സിനൊക്കെ ഭയങ്കര റെസ്പെക്ട് ആണ്. എങ്ങനെയാണ് അറബി സംസാരിക്കുന്നത്, ലൈക്ക് അവർക്കും പഠിക്കാൻ ഇഷ്ടമാണ്, പഠിപ്പിച്ചിരോ, അങ്ങനെ ഭയങ്കര ഒരു നമ്മൾ ഈ അറബി സംസാരിക്കുന്ന ആളുകളോട് അവർക്ക് ഹോസ്പിറ്റലിലുള്ള എല്ലാവർക്കും ഒരു റെസ്പെക്ട് ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് ഉണ്ടല്ലോ, അതായത് വൈറ്റ് കോളർ ജോബ് ആണെന്ന് ചോദിച്ചാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല. അതായത് മടുക്കുന്നില്ല. ഇപ്പൊ MNC-യിലൊക്കെ പറയുന്ന പോലത്തെ മടുപ്പോ കാര്യങ്ങളോ വരുന്നില്ല. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡേ ബൈ ഡേ എന്റർടൈനിങ് ആണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പേയ്മെന്റ് ആയിക്കോട്ടെ, അതിന് പുറമെ നമുക്ക് ടിപ്പും കാര്യങ്ങളും അറബ് സൈറ്റുള്ള കണക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും
അതായത് പുറത്തോട്ട് പോകാനുള്ള ജോബ് ചെയ്യാനുള്ളതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റർ ആയി കഴിഞ്ഞാലുള്ള ജോബാണ് ഇങ്ങനെയാണ് ഈ ഒരു ജോബിന്റെ രീതി വരുന്നത്. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് തിബ് ഞാൻ എങ്ങനെ ബിൽഡ് ചെയ്തത്, അതായത് നമുക്കൊരു നമ്മൾ അറബിക് ലാംഗ്വേജ് പഠിച്ചുകൊണ്ട് ഓണ്ടർപ്രണേഴ്സ് ആവാൻ പറ്റും എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഈ ജോബിൽ നിന്നിട്ടാണ് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 9 to 6 ജോബ് ആവില്ല. അത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 9 to 6 ഏൺ ചെയ്യുന്നതിൽ മുകളിൽ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ്. നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോയാൽ ഏറ്റവും ബെസ്റ്റ്. അതായത് നമുക്ക് അറബ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇവിടെ കണക്ഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിലോട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു പനി വന്നു, നമുക്ക് ഇവിടെ മുമ്പിൽ ബേബിന്റെ മൈത്വാന്റെ മിംസ് ഉണ്ട്, 3 ഹോസ്പിറ്റൽ ഉണ്ട്. ഇതിൽ എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും വിളിച്ചിട്ട് ചോദിക്കും ഒരാളോട്, അതായത് ഏതെങ്കിലും ഒരു നമുക്ക് അറിയുന്ന ഒരാൾ മിംസിലുണ്ട് അല്ലെങ്കിൽ മൈത്രയിലുണ്ട് നമ്മൾ വിളിച്ചിട്ട് അന്വേഷിക്കുക ചെയ്യുക, ഇവിടെ ഏത് ഡോക്ടറാണ് നല്ലത് കാണിക്കാൻ. നമ്മൾ ഒബ്വിയസ്ലി നമ്മളത് എന്തായാലും ചോദിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അറബ്സ് ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് ഇതിനെ കുറിച്ച് ഒരു നോളജും ഇല്ല. അവർക്കും ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ഡോക്ടർ കിട്ടണം, ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അവരെ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു ഗൈഡ് പോലെയാണ് നമ്മൾ തിബുവിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട്, ഇനി Q&A ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാം ഇൻഷാ അല്ലാഹ്. എന്താ ഇതുവരെ ഉള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഓക്കെ. ഓക്കെ, താങ്ക് യു. നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്തു, മെഡിക്കൽ ടൂറിസം എന്നുള്ള ഒരു വലിയൊരു ഏരിയ ഇപ്പൊ ഇങ്ങനെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. എന്തെങ്കിലും ക്വസ്റ്റ്യനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാല്ല അതിന്റെ ഫാക്കൽറ്റീസ് ലാസ്റ്റ് ടൈമിൽ ഒരു അവസരം ഇൻഷാല്ല നമ്മൾ തരും. ഓക്കെ, നമ്മുടെ സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളാണ്. അപ്പം അടുത്തതായിട്ട് ഉമർ ഹസൻ സാർ ഇപ്പോൾ ഫറൂഖ് കോളേജിലെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഫോർലിംഗ് അക്കാദമിയിലെ ട്രാൻസ്ലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. ട്രാൻസ്ലേഷൻ മേഖലയിലുള്ള സാധ്യതകളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് സാർ സംസാരിക്കും. സാർ പ്ലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ. നമ്മൾ ട്രാൻസ്ലേഷന്റെ ഓപ്പർച്യൂണിറ്റി ആണ് ഇതുവരെ ദില്ലിയാണെങ്കിലും മറ്റൊക്കെ സംസാരിച്ചത്. പ്രത്യേകിച്ച് മെഡിക്കൽ സെക്ടറിലുള്ള ട്രാൻസ്ലേഷന്റെ ഓപ്പർച്യൂണിറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷന്റെ പ്രത്യേകിച്ച് കോഴ്സിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ട്രാൻസ്ലേഷന്റെ മെഡിക്കൽ ഒരു മോർ ട്രസ്റ്റ്, കൂടുതൽ ഫോക്കസ് മെഡിക്കലിന് വരുന്നുണ്ട്. മറ്റുള്ള ഡോക്യുമെന്റും മറ്റുമൊക്കെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡോക്യുമെന്റ്. ഇപ്പൊ ഡിജിറ്റൽ സൈഡൊക്കെ പൊതുവെ നമുക്ക് പല ആളുകൾക്കും വേണ്ട പോലെ എൻട്രി കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ആക്സസ് കിട്ടാത്ത മേഖല. അതുപോലെ വെബ്സൈറ്റിന്റെ കണ്ടന്റ്, അതുപോലെ കോപ്പി റൈറ്റ്, ചില പരസ്യ കമ്പനികളുടെ തലവാചകങ്ങളൊക്കെ തയ്യാറാക്കുക, ബ്രോഷർ ഉണ്ടാക്കുക. ഇപ്പൊ കോപ്പി റൈറ്റിംഗ് എന്നുള്ള മേഖല നമുക്ക് ഇഷ്ടംപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് കോപ്പി റൈറ്റിംഗ്. അപ്പം പ്രധാനമായിട്ടും ഈ ഒരു മേഖല, എല്ലാ മേഖലയും ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലേഷന്റെ ഒരു ബേസിക് സ്കില്ല്, സിൻഡാക്റ്റിക്കലി സിമാറ്റിക്കലി അതിന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അതോടുകൂടെ തന്നെ മെഡിക്കൽ മേഖലയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാവുന്ന രൂപത്തിലാണ് നമ്മളുടെ ട്രാൻസ്ലേഷന്റെ മൊഡ്യൂള് പ്രോഗ്രസ് ചെയ്യുന്നത്. ഇവിടെ അതിന്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ നിങ്ങളോട് പറഞ്ഞു. മെഡിക്കൽ സെക്ടറിലുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെയാണ്. ഇപ്പൊ ലാസ്റ്റാണ് ജോയിൻ ചെയ്തത്. അതിന്റെ മുന്നേ സംസാരിച്ചത് മറ്റു ഓപ്പർച്യൂണിറ്റി ചർച്ച ചെയ്തോന്ന് അറിയില്ല. ഒരു ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോകത്തിന്റെ ഏത് മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള നമുക്ക് ഏറ്റവും വലിയൊരു സ്കാഫോൾഡാണ്. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒരു എംബസിയിൽ ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺസുലേറ്റ് ജോലിയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല MNC എന്ന് പറയുമ്പോൾ മെഡിക്കൽ സെക്ടറിൽ, അതുപോലെ ഫിനാൻസ് സെക്ടറിൽ, ബാങ്കിങ് സെക്ടറിൽ പല MNCകളുണ്ട്. ബിസിനസ് മേഖലയിൽ അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനി, നമ്മൾ ഷെരിക്കാത്ത് മുതഅദ്ദിദൽ ജിൻസിയ എന്ന് പറയുന്ന നമുക്ക് ഏത് കമ്പനിയും ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ട്രാൻസ്ലേഷൻ നമുക്ക് ലഭ്യമാക്കുന്നത്. ഇപ്പൊ ട്രാൻസ്ലേഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഷ, ഇപ്പം അറബിയാണെങ്കിൽ അറബി, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്, കൃത്യമായിട്ട് പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഭാഷ പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ട്രാൻസ്ലേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഏകദേശം ടെൻസ് മുതൽക്ക് തന്നെ, എന്ന് പറഞ്ഞാൽ വെർബ് അല്ലെങ്കിൽ ഗ്രാമർ എന്നുള്ള ബേസിലല്ലാതെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്.
പിന്നെ സാന്ദർഭികമായിട്ട് ഓരോ ട്രാൻസ്ലേഷൻ കൃത്യമായിട്ടും ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അത് കൃത്യമായുള്ള ഗെയിമിംഗ് പാറ്റേൺ ഉണ്ട്, കൃത്യമായുള്ള ഇന്ററാക്ഷൻ മറ്റൊക്കെ വെച്ച് കൃത്യമായിട്ട് ഓരോ മൊഡ്യൂളും കൃത്യമായി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യുന്നത്. പിന്നെ ട്രാൻസ്ലേഷൻ നിങ്ങൾ പിന്നെ ഏകദേശം നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ മേഖലയിൽ ഏത് മേഖലയിലേക്ക് നിങ്ങൾക്ക് ഇൻഡക്ഷൻ ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നമ്മളെ കോച്ചിങ് പിന്നെ കഴിഞ്ഞു പോയ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചാൽ അറിയാം. അപ്പോൾ ട്രാൻസ്ലേഷൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശങ്കകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കാം. മൊഡ്യൂളിന്റെ സ്ട്രക്ചറിങ് എന്താണ്, അതിന്റെ നിങ്ങൾക്ക് ലെവല് നിങ്ങൾക്ക് എന്താ പറയാ അസിമിലേറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഏകദേശം നമ്മൾ ഫിക്സ് ചെയ്ത സമയം 10 മണി വരെ അല്ലേ സാർ? നമ്മൾ ഏകദേശം ഉദ്ദേശിക്കുന്ന സമയം 10 മണി വരെയാണ്. ഏകദേശം അല്ലേ? അപ്പൊ നമ്മള് 10 മണി വരെയാണ്. ഓക്കെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ Q&A ആയിട്ട് ഇതിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു സർ. ഇൻഷാല്ല നമുക്ക് 2-3 ഫാക്കൽറ്റീസ് കൂടെ ഉണ്ട്. അടുത്തതായിട്ട് മിസ്റ്റർ ബാഹിർ അൽ ഖത്താർ, അദ്ദേഹം സീനിയർ ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ട് ടെക് മഹീന്ദ്ര കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഇപ്പോൾ. അപ്പം സാറെ സ്നേഹത്തോടെ ക്ഷണിക്കണം സർ, പ്ലീസ്. കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ഞാൻ തുടങ്ങിയാണ്. എനിക്ക് ഏൽപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഒരു MNC ജേണിനെ പറ്റി സംസാരിക്കാനാണ്. ഞാനും ഇസ്ലാമിൽ അഫ്ദുൽ ഉലമ കഴിഞ്ഞ ആളാണ്. ഞാൻ പ്രീലി ആയിരുന്നു പഠിച്ചത്. 5 വർഷം, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീലി പഠിച്ചു. അറബിത്തിലായിരുന്നു പഠിച്ചത്. പിന്നെ നേരെ സുല്ലമിൽ അഫ്ദുൽ ഉലമ കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ കോവിഡിന്റെ പീക്ക് ടൈമാണ്, 2021 ഞാൻ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. ആ സമയത്ത് അങ്ങനെ എല്ലായിടത്തും മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തൊക്കെ ഓൺലൈനാണ്, എല്ലാ സ്ഥലത്തും ഓൺലൈൻ ആയിട്ടുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് ഏതായാലും കോഴ്സ് അറ്റൻഡ് ചെയ്യാണെങ്കിൽ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യണം. അപ്പൊ ആ സമയത്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഫസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ യൂനുസ് സാറാണ് ഞങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നത്. ഇപ്പോൾ ഫ്രണ്ട് വഴി വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടുമല്ലേ എന്നുള്ളത് വേറെ കാര്യം. ജസ്റ്റ് ഇന്റർവ്യൂവിന്റെ ഒരു മോഡ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പക്ഷെ അൽഹംദുലില്ലാ ഇന്റർവ്യൂ കുഴപ്പമില്ലായിരുന്നു. എന്തോ പഠിച്ചോണ്ട് അനുഗ്രഹം കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത് തന്നെ ഫസ്റ്റ് ഇന്റർവ്യൂവിനെ ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ 2021 എൻ്റെ ഡിഗ്രി കഴിഞ്ഞുകൊണ്ടാണ് തന്നെ ഞാൻ ഹൈദരാബാദിൽ RMS എന്നൊരു കമ്പനിയിൽ അസോസിയേറ്റ് ട്രാൻസ്ലേറ്റർ അറബിക് എന്നുള്ളതിലാണ് ജോയിൻ ചെയ്തത്. ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത് ആപ്പിളിന് വേണ്ടിയിട്ടായിരുന്നു. സൗദി അറേബ്യയിലുള്ള ആപ്പിൾ മാപ്പിൽ ഉള്ള വേണ്ടിയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്താം, അവിടുത്തെ റോഡുകളുടെ. ഇപ്പോൾ ഈ ആളുകൾക്കൊന്നും ആളുകൾക്കൊന്നും അതിലൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങളെ ഹയർ ചെയ്താണ്. ഞങ്ങൾ ഏകദേശം 23 ആളെയാണ് ഇതിൽ ഹയർ ചെയ്തത്. അതിൽ 19 ആളുകളും കേരളത്തിൽ നിന്ന് ആളുകളായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 8 മാസത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അതൊരു കോൺട്രാക്ട് ബേസ്ഡ് ആയിരുന്നു. കോൺട്രാക്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എക്സ്റ്റെൻഡ് ചെയ്തത് പെർമനന്റ് ആക്കാന്നുള്ള സമയത്ത് ഞാനത് പിന്നെ ആ സമയമാകുമ്പോൾ ഞങ്ങളെ പ്രോജക്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിരുന്നു. അങ്ങനെ അതിന് ശേഷം ഉടനെ തന്നെ എനിക്ക് വേറെ കമ്പനിയിൽ കോൾ വന്നു. ഇങ്ങോട്ട് കോൾ വന്നാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ. ഒരു പ്രൂഫ് റീഡർ ജോബിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തത്. ടെക് മഹീന്ദ്രയിൽ ആണ് ജോയിൻ ചെയ്തത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ടെക് ജയൻസ് ഫാർമ ജയൻസിന് വേണ്ടിയിട്ടാണ്. GST എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്. അതുപോലെ സപ്ലൈ ചെയിനിലുള്ള ഒരു ജോബാണ് ചെയ്യുന്നത്. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെസ്റ്റ് ഏഷ്യൻ, അതുപോലെ നോർത്ത് ആഫ്രിക്ക, എല്ലാ അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ എല്ലാ ആഫ്രിക്ക രാജ്യങ്ങളും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം 4 വർഷത്തോളം ഇപ്പൊ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ടോട്ടൽ ഏകദേശം 5 വർഷത്തോളമായിട്ട് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എല്ലാവരും ഏകദേശം ഈ MNC കാര്യങ്ങളൊക്കെ കുറിച്ച് മോസ്റ്റ്ലി അതുപോലെ ഫസ്മി എല്ലാവരും സംസാരിച്ചു. അപ്പൊ ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റ് ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. അറബി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇന്ത്യയിൽ ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. ഒരു 5 വർഷം മുമ്പ് ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങിയ സമയത്തുള്ള പോലെയല്ല ഇപ്പോഴത്തെ മാർക്കറ്റ് ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. അതായത് ഇന്ന് അറബിക്ക് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണെങ്കിൽ പോലും ഒരു ജോലിക്ക് 15,000 സാലറി കൊടുത്താൽ പോലും ജോയിൻ ചെയ്യാൻ 100 ആളെ കിട്ടുന്ന ഒരു കാലമാണ്.
അതായത് പണ്ടൊക്കെ നമ്മൾ പറയും അറബിയിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ പൊതുവെ മലയാളീസ് ആയിരിക്കും. കാരണം നോർത്ത് ഇന്ത്യൻസ് എന്ന് വരുന്ന ആളുകൾക്കൊന്നും ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അവർ മദ്രസ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അറബി. ഒരുപക്ഷെ നമ്മളെക്കാട്ടിലും അറബിയിൽ ഭയങ്കര എന്താ പറയാ സംസാരിക്കാനും ഇതിനൊക്കെ കഴിവുള്ള ആളുകളായിരിക്കും. പക്ഷെ അവർക്ക് ബേസിക് ഡിഗ്രി ഉണ്ടാവില്ല. എല്ലാ MNCയിലും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഈ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ആണ് നമുക്ക് പൊതുവെ മലയാളീസിനും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻസിനൊക്കെ പെട്ടെന്ന് ജോലി കിട്ടിയത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കാലം ഭയങ്കര മാറി. എല്ലാ നോർത്ത് ഇന്ത്യൻസിനും ബേസിക് ഡിഗ്രി ഇല്ലാത്ത ആളുകളില്ല അറബിയിലാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഭയങ്കര സാച്ചുറേറ്റഡ് ആണ്. അതായത് ബേസിക് അറബി അറിയുന്ന എല്ലാ ആളുകളും ഉണ്ടാവും. അതുകൊണ്ട് ഒരു ജോലി വന്നാൽ അതിന് 15,000 അതിന് നെഗോഷിയേറ്റ് ചെയ്തിട്ട് 12,000 വരെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഗുരുഗ്രാമിലായിക്കോട്ടെ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഹൈദരാബാദ് ആയിക്കോട്ടെ, എവിടെയാലും. അപ്പോ നമ്മളിപ്പോൾ ഉള്ള സ്കില്ല് നമ്മൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെന്നുള്ളതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ജോലി നോക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ കുറെ കോഴ്സുകൾ ഉണ്ടാവും. നിങ്ങൾ അറബി ചിലപ്പോൾ അധികം ആൾക്കാർ ഇപ്പോൾ ടൈപ്പിംഗ്, ട്രാൻസ്ലേഷൻ, ഇതൊക്കെ അറബി ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. മാർക്കറ്റ് സാച്ചുറേറ്റഡ് ആണ്. പക്ഷെ എപ്പോഴും മാർക്കറ്റ് മെച്ചുവേർഡ് ആണ്. മെച്ചുവേർഡ് ആവാൻ കാരണം ഇപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കാന്ന് വെച്ചാൽ ഇപ്പൊ MS ഓഫീസ് ഫസ്റ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ MS ഓഫീസും പിന്നെ അതേപോലെ തന്നെ എക്സലൊക്കെ പഠിച്ചുകൊണ്ടാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അതേപോലെ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എക്സല്, അതേപോലെ തന്നെ പവർ BI, ML ഓഫീസ്, അതായത് മെഷീൻ ലേണിംഗ് ഓപ്പറേഷൻസ്, അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് സാപ്പ്. സാപ്പൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ അധികം ആൾക്കാരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടൊക്കെ അറബി ഡിഗ്രി ചെയ്ത ആളുകളുണ്ടാവും. അവർക്കൊക്കെ എനിക്ക് എളുപ്പമായിരിക്കും സാപ്പ് പോലത്തെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ. നിലവിൽ ഇപ്പോൾ അധിക പിന്നെ ടെക് കമ്പനികളും അറബിക് ഫീൽഡിലേക്ക് ഹയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് എന്തെങ്കിലും ഫൈനാൻസ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറെ കോഴ്സുകൾ നമുക്ക് ആഡ് ഓൺ ചെയ്താൽ, അതുപോലെ തന്നെ കോഡിങ്, ഇപ്പൊ AI കാലമാണ്. AI ഇല്ലാത്ത ഒരാളെയും ആർക്കും വേണ്ട. അപ്പൊ അധിക കമ്പനികളിലും ലേ ഓഫ് ആണ്. ഇപ്പൊ നേരത്തെ മുസ്ലിം സൂചിപ്പിച്ച പല കമ്പനികളിലും ഇപ്പോൾ മാരകമായിട്ടുള്ള ലേ ഓഫുകളാണ്. ഇന്ന് വിളിച്ചിട്ട് നാളെ മുതൽ വരണ്ടെന്ന് പറയും. കാരണം നമ്മള് ജസ്റ്റ് നമുക്ക് ഉള്ള ഒരു സ്കില്ല് മാത്രം നിന്നൊരു കാര്യമില്ല. സ്കില്ല് എപ്പോഴും നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ എനിക്ക് ഇതിലുള്ള ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകളോട് നിങ്ങൾ നാളെ തന്നെ ഒരു ജോലി എങ്ങനെയെങ്കിലും ഒരു അറബി പഠിച്ചിട്ട് ഒരു 15,000 20,000 കിട്ടുന്ന ജോലി കിട്ടാന്നുള്ളതല്ല നിങ്ങൾ ലക്ഷ്യം ഉണ്ടാകേണ്ടത്. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സ്കില്ലുകൾ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ പ്രായമാണ്. നിങ്ങൾക്ക് എന്തും പഠിക്കാം. നിങ്ങളെ ബ്രെയിനൊക്കെ നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തും പഠിക്കാം. ഈവൻ ഞാൻ എന്നെ കൂട്ടിയാണ് പറഞ്ഞത്, നമുക്ക് ഇഷ്ടംപോലെ കോഴ്സുകളുണ്ട്. ഈ സപ്ലൈ ചെയിൻ കോഴ്സുകളുണ്ട്, ഓപ്പറേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ചിലപ്പോൾ 3 മാസം 4 മാസത്തേക്കുള്ള കോഴ്സുകളായിരിക്കും. നമ്മൾ അറബി എല്ലാവരും ചിലപ്പോൾ എന്തായാലും ട്രാൻസ്ലേഷന്, അതുപോലെ തന്നെ ടൈപ്പിംഗ്, ഇതൊക്കെ പഠിച്ചത്. ഇത് അറബി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ മാത്രം സർവ് ചെയ്യേണ്ട കാലൊക്കെ ഏകദേശം മാർക്കറ്റിലൊക്കെ കഴിഞ്ഞു. അപ്പോ ഇതാണ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ എല്ലാവരും മുസ്ലിം, അതുപോലെ തന്നെ എല്ലാവരും MNC എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ Q&A ഫൈനലി അബ്സം. ഓക്കെ താങ്ക് യു ബാഹിർ. ഇൻഷാല്ല നമുക്കിനി ലാസ്റ്റ് ഒരു 10 മണിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ല ഒരു 10:05 തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഉള്ള ഒരു ടോക്ക്, അവസാനത്തെ ടോക്ക്, മിസ്റ്റർ നാസിർ ഇബ്രാഹിം സർ, സീനിയർ ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് EY ഏൺ ആൻഡ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ എക്സ് ആമസോൺ ആണ്. അദ്ദേഹത്തെ നാസിർ സാറ് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്ലീസ്. Assalamu alaikum warahmatullah. Am I audible? Yes, sir. Bismillahirrahmanirrahim. Thank you so much for Lingo Academy for conducting this wonderful webinar. And first of all, I wish all the job aspirants to have a wonderful journey with your Arabic language. So I'm not taking that much of time. Let me get into the core content of my topic actually. Here you got a lot of exposure about how to get a job in MNCs and what type of jobs and what would be your roles and what the client is expecting from you, right? I'm not going into all those things. I'm saying one of very serious matter which we are currently facing, because Bahir in the previous talk, Bahir is very clearly explained what is the situation of the current market, where our demand is coming. Professor Shaukat sir clearly said that Asaluna Alua al Fusha. നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ അറബി ഭാഷയാണ്. ഞാൻ ഒന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയാണ്. നമുക്ക് when we are going for an interview or when we are trying to get a placed in any company, we are afraid to go for an interview.
at least we know how to introduce ourselves, we know self-introduction and everything, but we are setting an over expectation in our mind, and I am not the person to attend an interview. I don't have the skills, and I am not able to present my skills in front of a person's. No. If you are going in this way, or if you are setting this mindset, we cannot at least crack an interview. I would just say one simple example from my interview. Like basically, I worked 5 years at Qatar in the field of administration. Then I worked 5 years as a risk analyst in Amazon. Then currently working as a lead business consultant in supply chain and operation department in Ernst & Young. The time of my interview, Amazon interview, the person who is interviewed, like one of the close friend of Dr. Muslih, he asked me to Arif Nafsak fi Lugha al-Arabiyya. At that time, I was like very like familiar with colloquial Arabic, and I forgot a lot of Lugha al-Fusha. Then I asked him, Al turidu an atakallama ma'ak bil Lugha al-Fusha aw Lugha al-Amiyya? Then he asked me, Ta'rif Lugha al-Amiyya? Na'am, Arif shoy. Then there was no introduction. We were talking like a kind of chit chat, and he was asking about Kerala, the people, and he was a person from Yemen, and he was explaining all his experience. Then at the last he asked, oh, I'm sorry, Nasik, we are doing an interview. See, if I am setting like how I will speak in front of an interview or something like that, fear if I have in my mind, I won't be able to crack at least that interview. See, നമ്മുടെ പ്രശ്നം ഡിഗ്രിയും PGയും നെറ്റും ഒരുപാട് qualification. We have a lot of qualification. From the first phase of an interview, if someone is asking you to introduce yourself, where we are fearing like, is my grammar is correct? Is the way of I'm speaking is correct? No. We won't be able to place in a position in our life, especially if we are paving our path to the career field. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബാഹിർ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു. അറബി ഭാഷ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ പഠിച്ച എല്ലാ കോളേജുകളിലും നമുക്ക് അതിന്റെ ഒരു ബേസിക് സാധനം നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ we have to improve our communication. Like my topic is as a career catalyst. Being a career catalyst, the core we should have is the ability for communication and adaptability and our professionalism. Don't think a lot of thing in your mind and I'm not the right person to go for an interview. Few other people are saying, ഞാൻ സ്പോക്കൺ അറബിക്കിന്റെ കോഴ്സ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, ഇനി ഞാൻ എൻ്റെ സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാം. My dear friends, my dear brothers and sisters, if your mindset is in this way, you won't be able to place anywhere. Try to attend your interview. See, Bahir, like Fasmi, everyone very clearly mentioned, right after their graduation, they got a chance to attend an interview, then they placed it. And you cannot ask what type of job I would be doing. No, there is no specific SOP. You will get to know what you have to do. You should have a very structured training. ആമസോണിൽ മുസ്ലിഹിന് എന്നെക്കാട്ടിലും അറിയാം, കാരണം SME ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട്. എനിക്ക് 7 വീക്ക് പ്രോസസ് ട്രെയിനിങ്, 4 വീക്ക് റാം ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അത്രത്തോളം ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ focus and plan yourself to get placed into either MNCs or any private companies or any, like Dilna mentioned, like the field of medical tourism. So the opportunities are vast. And we all have the skills, but the problem we are lagging is we are still criticizing ourselves. I am not a person not ready to attend or to participate or to perform myself in the field of a job mapping. So be very, very strict. Pray to Allah to make easy and everything. Upskill yourself. Daily learning. എല്ലാ ദിവസവും നമ്മൾ പഠിക്കണം, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. അതിനൊക്കെയുള്ള അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവസാനമായിട്ടൊരു ഒറ്റ കാര്യം കൂടെ, we have a very structured syllabus in Forlingo Academy. Like ഉമർ സാർ പറഞ്ഞ പോലെ ട്രാൻസ്ലേഷൻ ആയിരുന്നാലും സ്പോക്കൺ അറബിക് ആയിരുന്നാലും നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നാലും, we have a very structured syllabus in our Forlingo Academy. We are inviting all of the aspirants to, at least to come through what is our brochure and how we are presenting and what we are delivering to the students. So അതുകൊണ്ട് എല്ലാ ആളുകൾക്കും I wish you from the bottom of my heart all the very best wishes. أتمنى لكم كل التوفيق والسداد وبارك الله لي ولكم جميعا وأشكركم جميعا والسلام عليكم ورحمة الله.
താങ്ക് യു നാസിഫ് സർ. വളരെ മനോഹരമായിട്ട് സാറുടെ എക്സ്പീരിയൻസ് അടക്കം നിങ്ങൾ മെൻഷൻ ചെയ്തു. ഇനി നമുക്കൊരു 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഡിയൻസിനുള്ള ഒരു അവസരമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഈ എന്നുണ്ടെങ്കിൽ നാസിഫ് സാറുണ്ട്, ദിൽന മാം ഉണ്ട്, അപ്പം അവരോട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഇൻഷാ അല്ലാ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറഞ്ഞോ. സാർ, എൻ്റെ പേര് ജലീലിനാണ്. ഞാൻ ആക്ച്വലി PG അറബിക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ PR ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അബുദാബിയിൽ. അപ്പോൾ സാർ, നമ്മുടെ സ്ഥാപനം ഒരു സ്പോക്കൺ അറബിക്ക് അതേപോലെ ട്രാൻസ്ലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇൻഷാല്ലാ അത് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സംസാരിക്കും. എന്തെങ്കിലും ഈ സെഷനുകൾ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇൻഷാല്ലാ വൈൻഡപ്പിൽ ഞാനൊരു 5 മിനിറ്റോട് ഞാൻ കാര്യം അവതരിപ്പിക്കാം. ഓക്കെ ഓക്കെ സ്കോർ. How to get Nasir sir? Chat box ഒന്ന് സെറ്റ് ചെയ്യണേ. One second. Absama question on just വായിക്കോ. How to get interview in that companies, അതാണോ? Yes. ശരി. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും എല്ലാ ആളുകളും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും പറഞ്ഞ ഒരു കാര്യമാണ് ഹൗ ടു ഗെറ്റ് ഇന്റർവ്യൂസ് ഇൻ ദാറ്റ് കമ്പനി. നമ്മൾ കമ്പനീസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. അതായത് ആമസോൺ ആവട്ടെ, അതുപോലെ തന്നെ ആക്സെഞ്ചറിൽ വർക്ക് ചെയ്യുന്ന പിന്നെ കോഗ്നിസെന്റ്, അതുപോലെ ഒരുപാട് ലോട്ട് ഓഫ് MNC കമ്പനീസ്, അതുപോലെ ഒരുപാട് BPO കമ്പനീസ്, ഫ്രീലാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതിനെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ച് നമ്മൾ നടത്തുക. അതുപോലെ തന്നെ അവർ പോസ്റ്റ് ചെയ്യുന്ന ജോബുകൾ, there should be a job description and where they very clearly mentioned what is the company is expecting from you to do. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇവിടെ മുസ്ലിം പറഞ്ഞ പോലെ റെഫറൽ ഓപ്ഷനുകൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകളെടുത്ത് ആ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ റെഫർ ചെയ്യാനും നിങ്ങളുടെ CV അതുപോലെ പറയാൻ ഒരു കാര്യം ഇതിൽ ആഡ് ഓൺ ചെയ്യാണ്. നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്ന ഒരു CV അല്ല ആക്ച്വലി അയച്ചു കൊടുക്കേണ്ടത്. നിന്റെ അടുത്ത് CV ഉണ്ടാവുന്നുണ്ട്, അതൊരു PDF അല്ല. ഒരു ജോബ് അനുസരിച്ചിട്ട് ആ ജോബ് ഡിസ്ക്രിപ്ഷന് സെറ്റ് ആയിട്ട്, അതായത് നൗ ദ സിസ്റ്റം ഈസ് ട്രാക്കിംഗ് വാട്ട് യു ആർ സെൻഡിങ്. ലൈക്ക് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ ഈസ് ബേസിക്കലി ദർ ആർ എ ലോട്ട് ഓഫ് സ്കിൽ സെറ്റ് ആൻഡ് സ്കിൽ വേർഡ്സ് ദാറ്റ് ഈസ് ട്രാക്ക്ഡ് ബൈ ദ ATS ട്രാക്കർ. ആ ATS ട്രാക്കർ അനുസരിച്ചിട്ടുള്ള റെസ്യൂമെ നമുക്ക് ഉണ്ടാക്കാൻ നമ്മുടെ AI സ്കില്ല് വെച്ച് നമുക്കത് കഴിയും. അങ്ങനെ അയച്ചു കൊടുത്ത് ആ ഒരു ഇന്റർവ്യൂവിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. കാരണം എല്ലാ കമ്പനികളിലും ജൂനിയർ പോസ്റ്റ്, സീനിയർ പോസ്റ്റ്, ദെൻ ഇന്റേൺസ്, ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ. യു ഹാവ് ടു ഗോ ത്രൂ ദ മാർക്കറ്റ്. യു ഹാവ് ടു ഗോ ത്രൂ, like be very active on your LinkedIn, Naukri, like Babe.com, Indeed, a lot of sites. If you are keep practicing and keep searching on it, you will get to know a lot of job descriptions, job calls, recruiters contact numbers, recruiters email numbers. Be in touch with them, stay with them, and to be very honest, it's not come to you like there is a job and you apply. No, you have to put that effort if you want to get a job. The effort is very important. If you have that effort and mindset, there is a way to get placed into any of the institutions. Hope I'm clear. Okay, thank you sir. അസ്സലാമു അലൈക്കും. സാറേ, നമ്മള് MA അറബി ഡിഗ്രി കഴിഞ്ഞിപ്പോ MA അറബി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് ഈ സമയത്ത് തന്നെ വേറെ റിമോട്ട് ജോബുകളായിട്ടുള്ളത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഹോംവർക്ക് ഹോമായിട്ടുള്ള രീതിയില് ഹലോ, ഞാൻ പറയാം സംസാരിക്കാം. പിന്നെ റിമോട്ട് ജോബ്സിന്റെ ഒരു വിഷയം നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലേ ഓഫും
ടെർമിനേഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും AI ഒരു വരവ് എന്നുള്ളത് ഒരുവിധം കമ്പനികളെല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ്. അപ്പോൾ റിമോട്ട് ജോബ്സ് ഉണ്ടോ വെച്ചാൽ ഉണ്ട്. പക്ഷേ കോവിഡിന്റെ സമയത്താണ് പ്രത്യേകിച്ചും എല്ലാ കോൺഫിഡൻഷ്യൽ വർക്ക് അടക്കം റിമോട്ടാക്കി മാറ്റി കുറേ ആൾക്കാർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഒരുവിധം കമ്പനികൾ എല്ലാവരും തിരിച്ചു വിളിച്ചു. ആൻഡ് ആഫ്റ്റർ പിന്നെ ചില റെയർ കമ്പനീസ് അല്ലെങ്കിൽ ചില റെയർ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് തിരിച്ചു വിളിക്കാവുന്നത്. അപ്പോൾ നിലവിൽ ഉണ്ടോ വെച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അതെങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് വളരെയധികം പെർഫെക്റ്റ് ആക്കി വെക്കണം. പിന്നെ അതിലൂടെയുള്ള നിരന്തരമായിട്ടുള്ളൊരു സെർച്ചിങ്ങിലാണ് കാര്യമായിട്ട് കിട്ടുക. കുറച്ച് പ്രയാസമാണ്, പക്ഷേ എങ്കിലും ഉണ്ട്, നിലവിലുണ്ട്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്കുള്ളൊരു ചോദ്യം ചോദിക്കാനുള്ള ടൈമാണ്. മാക്സിമം യൂസ്ഫുൾ ആക്കാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ഓക്കെ, ശരി. അഫ്സമ വൈൻഡപ്പ് ചെയ്യല്ലേ? ആക്ച്വലി എൻ്റെ അടുത്ത് എന്താ ചോദിച്ചാൽ സോറി, ഞാൻ നെറ്റ്വർക്ക് ബ്രേക്ക് ആയി പോയി. ഓക്കെ, ചാറ്റ് ബോക്സ് ഉണ്ടോ? What about the exams before or after interviews? Is it academic based or just kind of test how it is? Actually, ഇന്റർവ്യൂസ് ഓരോ കമ്പനിക്ക് എനിക്ക് തോന്നുന്നു മുസ്ലിം ആ ഒരു ആമസോണിലെ ഇന്റർവ്യൂ സ്ട്രക്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, നമ്മുടെ ടെസ്റ്റും ആ കാര്യങ്ങളൊന്നും. ഐ തിങ്ക് യു ആർ ദ സൂട്ടബിൾ പേഴ്സൺ ഫോർ ദാറ്റ്. ആക്ച്വലി ഞാൻ തുടക്കത്തിൽ ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വേറെ സ്റ്റൈലായിരുന്നു. അപ്പൊ ആദ്യത്തെ ഏകദേശം ഒരു 6 കൊല്ലം മുന്നത്തെ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനെയർ അയച്ചിരും. ആ ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യും, നമ്മൾ ഫില്ല് ചെയ്തിട്ട് റിട്ടേൺ തിരിച്ചയച്ചു കൊടുക്കും. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ ഒരു എക്സാം എന്ന് പറയുന്നത് ഓൺലൈനിലൊരു ടെസ്റ്റാണ്. ഈ നമ്മളുടെ നെറ്റിനൊക്കെ ഉണ്ടാവുമല്ലോ സർട്ടിഫിക്കറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ, അപ്പം സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായിരുന്നു അന്നത്തെ സ്റ്റൈല്. പിന്നെ അത് മാറി ഇപ്പോഴാണ് AI ഒരു സ്ട്രക്ചർ വന്നത്. അപ്പോൾ അതിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ട് എന്ത് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ വ്യത്യസ്തമാണ് പല രീതിയിലും. പക്ഷേ അത് അവരാദ്യം പറയുന്ന കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് AI ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അപ്പം മുന്നേ ഫസ്മി ഒക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ട്, ഒരു സമയത്ത് അവരുടെ ഇന്റർവ്യൂ അടക്കം നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാത്തൊരു ആംബിയൻസിലായിരിക്കണം ഇരിക്കണം. നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ റിജക്ട് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറഞ്ഞപ്പം ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് റീഡ് ചെയ്യുക, അവർ തന്ന അതേപോലെ റീഡ് ചെയ്ത് തിരിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതുണ്ട്. പല സ്റ്റൈലിലാണ് അതിന്റെ ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ സിമ്പിളായിട്ട് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താ പറയുക, ഒരു പാറ്റേൺ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. എന്നാലും നമുക്ക് അതിന്റെ പാറ്റേൺ കിട്ടും. യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആമസോണിന്റെ മാത്രം എക്സാമിന്റെ പാറ്റേൺ കിട്ടും. പല കമ്പനിയിൽ പല രീതിയിലാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, നിങ്ങൾക്ക് ഏത് കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കാൻ ജസ്റ്റ് യൂട്യൂബിൽ കുറെ വീഡിയോസ് ഹെൽപ്പ് ചെയ്യും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആക്ച്വലി ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ ഇടയിൽ ഞാൻ ഒന്ന് സൂചിപ്പിക്കാണ്. ഇപ്പൊ ചാറ്റ് ബോക്സിൽ നമ്മുടെ അക്കാഡമിയുടെ ഒഫീഷ്യൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട്, അതല്ലെങ്കിൽ ഈ ഫാക്കൽറ്റികളുമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ എൻക്വയറി ചെയ്യാം. അതിൽ 8606 3040 എന്നുള്ള നമ്പർ ഉണ്ട്, 41 എന്നുള്ള നമ്പർ ഉണ്ട്. ഈ 2 നമ്പറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഇൻഷാല്ലാ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. അതേപോലെ ചില സമയത്ത് നമ്മുടെ മടി അതിനൊരു വില്ലനായിട്ടിരിക്കാം. എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ഓഫീസ് നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു നമ്പറിൽ ചോദിക്കാം. ഇൻഷാല്ലാ ഉടനെ തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ നേരിട്ടോ അതല്ലെങ്കിൽ അല്ലാതെയോ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അഥവാ ഫാക്കൽറ്റികളായിട്ട് നേരിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് അതിനുള്ള ഒരു ആൻസർ ഇൻഷാല്ലാ തീർച്ചയായിട്ടും എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.
ഇനി ഫോർലിംഗോ അക്കാദമി നമ്മളിപ്പോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നേരത്തെ ആദ്യം ഒരാൾ ചോദിച്ചു. അപ്പോൾ ഫോർലിംഗോ അക്കാദമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സിൽ നമ്മൾ സ്പോക്കൺ അറബിക്, ട്രാൻസ്ലേഷൻ, ടൈപ്പിംഗ്, അതോടൊപ്പം ഓഫീസ് ഓട്ടോമേഷൻ, ഈ 4 ഡൊമൈനുകളാണ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത്. ഇതില് ബാഹിർ സാർ പറഞ്ഞ, അതുപോലെ നാസി സാർ പറഞ്ഞു, മുസ്ലിം സാർ പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് അറബിക്കിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും സെയിം ടൈം നമുക്ക് അതല്ലാത്ത ബാഹിർ സാർ പറഞ്ഞിട്ടുള്ളൊരു വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും ഫോർലിംഗോ അക്കാദമി അതിനൊരു കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ സ്പോക്കൺ അറബിക്, ട്രാൻസ്ലേഷൻ, ടൈപ്പിംഗ്, അതോടൊപ്പം ഓഫീസ് ഓട്ടോമേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള മൊഡ്യൂളുകൾ വെച്ചിട്ട് അതിൽ MS ഓഫീസ്, അതേപോലെ AI ഇന്റഗ്രേറ്റഡ് ലേണിംഗ്, ലിങ്ക്ഡ്, അതേപോലെ മറ്റുള്ള അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ പേപ്പർ പ്രസന്റ് ചെയ്യാൻ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതേപോലെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു മൊഡ്യൂള് നമുക്കുണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കോഴ്സുകൾ ഔട്ട് ചെയ്യുന്നത്. അതോടൊപ്പം സെയിം ടൈം നമ്മൾ അക്കാദമിക് വർക്ക്ഷോപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. അക്കാദമിക് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക്ഷോപ്പിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഫാക്കൽറ്റി സൂചിപ്പിച്ചു, ലിങ്ക്ഡിൻ അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ CV, അതേപോലെ റെസ്യൂമെ, ഇതിനെല്ലാം വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഒരു പ്രൊഫഷണലിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കരിയറിലുണ്ട്. അപ്പം അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അതിനെല്ലാം ഉള്ള ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഫോർലിംഗോ നിങ്ങൾക്ക് തരും എന്നതാണ്. ഈ ഒരു കോഴ്സ്, ഡിപ്ലോമ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് സ്പോക്കൺ അറബിക്, ട്രാൻസ്ലേഷൻ, ടൈപ്പിംഗ്, ഓഫീസ് ഓട്ടോമേഷൻ, അതോടൊപ്പം അക്കാദമിക് വർക്ക്ഷോപ്പ്, ഇതെല്ലാം സെയിം ടൈം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിരുന്ന മോക്ക് ഇന്റർവ്യൂസ് ആയിരുന്നു. അഥവാ നമുക്കെല്ലാം ലാംഗ്വേജ് കിട്ടി, അതേപോലെ സ്കില്ലുകൾ കിട്ടി. ദെൻ നമുക്ക് വേണ്ടത് ഒരു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ എങ്ങനെയായിരിക്കണം, അതിനുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മോക്ക് ഇന്റർവ്യൂസ് അടക്കം നമ്മുടെ അക്കാദമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ നൽകുന്നത് ഓഫ്ലൈൻ മോഡിലാണ്. അരീക്കോടാണ് നമ്മുടെ സ്ഥാപനം, മലപ്പുറം ജില്ലയിൽ അരീക്കോടാണ് സ്ഥാപനം. ഇനി ഹോസ്റ്റൽ ഫെസിലിറ്റി വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സെയിം ടൈം അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പോക്കൺ അറബിക് ഓൺലൈനിലൂടെയും ഓൺലൈൻ ട്രാൻസ്ലേഷൻ ഓൺലൈൻ മോഡിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്ലോമ 3 മാസത്തെ കോഴ്സ് ആണെങ്കിൽ സ്പോക്കൺ അറബിക്കും അതേപോലെ ട്രാൻസ്ലേഷനും ഓൺലൈൻ മോഡിലുള്ള ട്രാൻസ്ലേഷനും സ്പോക്കൺ അറബിക്കും 2 മന്ത് കോഴ്സാണ്. അതിനും കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ നമുക്ക് കറന്റ് ബാച്ചുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സെയിം ടൈം നമ്മൾ കോമ്പറ്റേറ്റീവ് സൈഡ് കൂടെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നെറ്റ്, സെറ്റ്, കേടെറ്റ്, അതേപോലെ PSC തുടങ്ങിയിട്ടുള്ള ആ കോമ്പറ്റേറ്റീവ് സൈഡ് കൂടെ നമ്മൾ ഇപ്പോ അൽഹംദുലില്ലാഹ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബേസിക്കലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോർലിംഗോ നമ്മൾ എയിം ചെയ്യുന്നത് എന്താ വെച്ചാൽ കൃത്യമായിട്ട് ഒരു അറബി പഠിക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ ഒരു അറബി ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ, അവർക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു ഷെൽട്ടറാണ് ഫോർലിംഗോ എന്ന് പറയുന്നത്. ഇവിടെയുള്ള അക്കാദമി, അവിടെയുള്ള കമ്പ്യൂട്ടർ ലാബ്, അതോടൊപ്പം ഇവിടെയുള്ള കോൺഫറൻസ് ഹാളുകൾ, എല്ലാ കാര്യങ്ങളും, അതേപോലെ ലൈബ്രറി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നമ്മളൊരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് 24/7 അങ്ങനത്തെ നമുക്ക് പറയാം. നമ്മുടെ അക്കാദമി ഫുൾ ടൈം ലൈവാണ്. ഏതൊരു സമയത്തും ഇവിടെ ലൈവ് ആയിരിക്കും. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി വരാം. അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഷെൽട്ടറാണ്. തീർച്ചയായിട്ടും ലാംഗ്വേജ് പഠിക്കുന്ന ഒരാൾക്കുള്ള ഒരു ഷെൽട്ടറാണ് ഫോർലിംഗോ അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും കോമ്പറ്റേറ്റീവ് സൈഡ് ആണെങ്കിലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു ഷെൽട്ടർ ആയിക്കൊണ്ടാണ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഷാല്ലാഹ് ഈ ഒരു കോഴ്സുകളെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഡിപ്ലോമ കോഴ്സ്, സ്പോക്കൺ അറബിക്, ട്രാൻസ്ലേഷൻ, അതേപോലെ ഈ ഡിപ്ലോമ കോഴ്സിലൊക്കെ നമ്മൾ MNCകളുടെ ഇമ്പോർട്ടൻസും അതിനെ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ എത്തിപ്പെടാം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിനുള്ള വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു 2 മന്ത് കോഴ്സിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ 2 മാസ കോഴ്സ് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയം കംപ്ലീറ്റ്ലി പാക്കിലാണ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ആയിരിക്കും. അതോടൊപ്പം ഇവിടെയുള്ള ഒരു ആംബിയൻസ്, ഒരു ലാംഗ്വേജ് ലേണിങ്ങിനെ പറ്റിയിട്ടുള്ള നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ഉണ്ടാവും, മെന്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളെയും നമ്മൾ സ്നേഹത്തോടെ
ഇൻവൈറ്റ് ചെയ്യാണ്. സെയിം ടൈം കുറെ ആളുകൾ ഫീസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇൻഷാല്ല ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ സമയപരിമിതി കൊണ്ടാണ് വിശദീകരിക്കാത്തത്. കൃത്യമായിട്ട് ഫോർലിംഗോ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അറിയാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാറ്റ് ബോക്സിലുള്ള ഈ ഒരു നമ്പർ 3 നമ്പറുകളുണ്ട്. 86063040, അതേപോലെ 86063041. ഈ 2 നമ്പറുകളിലും അതോടൊപ്പം മറ്റൊരു ഓഫീസ് നമ്പറുകളുണ്ട് 8593038180. ഈ 3 നമ്പറുകളിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പം അതിൽ വാട്സപ്പിൽ കണക്ട് ചെയ്യാം, അതുകൊണ്ട് കോൾ ചെയ്യാം. ഇൻഷാല്ല കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് എന്തായാലും ഫോർലിംഗ് തരും എന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു വെബിനാർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഏതായാലും ഒരുപാട് സന്തോഷം, ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തു. അറബി എന്ന് പറയുന്ന ഈ ഒരു ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ അതിൽ നമ്മുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ ഫാക്കൽറ്റീസ് ആയിട്ട് വന്നിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള നജീബ് സർ, ഹവാസ് സർ, ഒമർ സർ, ഷൗക്കത്ത് അലി സർ, മുസ്ലിഖ് സർ, ജില്ല മാം, ഫസ്മി മാം, അതോടൊപ്പം വാഹിദ് സർ, നാസിർ സർ, അങ്ങനെ എല്ലാവർക്കും ഫോർലിംഗോയുടെ ഏറ്റവും നല്ല ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഇൻഷാല്ല ഏതായാലും നിങ്ങളുടെ ഒരു അറബിക് കരിയറിൽ നിങ്ങൾക്കൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും ഫോർലിംഗോ. തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ് ഈ ഒരു അക്കാദമിയിലേക്ക്. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും നമ്മളൊരു ഫോർലിംഗോയുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇൻഷാല്ല നമ്മുടെ ലാംഗ്വേജിനെ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ മെല്ലെ ഉയർത്താം. അപ്പം എല്ലാവർക്കും ഇത് വന്നിട്ടുള്ള എല്ലാവർക്കും all the very best. Thank you. Subhanakallahumma wa bihamdika ashhadu an la ilaha illa anta astaghfiruka wa atubu ilayk. Assalamu alaikum wa rahmatullahi wa barakatuh.